ഹല്ലേലൂയ, സ്തോത്രം. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ രാത്രികാലത്തിനായി ഞങ്ങൾ കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസൻ അവസാനമായി പറഞ്ഞ ഒരു കാര്യം എടുത്തു പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങട്ടെ, അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിച്ചെടുത്ത് നിന്ന് ഞാൻ തുടങ്ങട്ടെ. ഞങ്ങൾ കുടുംബമായാണ് ഈ ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നതെന്ന് പറഞ്ഞല്ലോ. കർത്തൃദാസൻ പറഞ്ഞതുപോലെ ഇത് തന്നെയാണ് ഞങ്ങളുടെ ബലം, ഞങ്ങളുടെ അനുഗ്രഹം എന്ന് പറയുന്നത്. കാരണം ഞങ്ങൾ രണ്ടുപേരും CSI ബാക്ക്ഗ്രൗണ്ട്, ഞാൻ CSIയും പുള്ളിക്കാരത്തി ഓർത്തഡോക്സും ആയിരുന്നു. പക്ഷേ ഞങ്ങളുടെ രണ്ടുപേരുടെയും കുടുംബത്തിൽ നിന്ന് ഞങ്ങളെ രണ്ടുപേരെ മാത്രമാണ് വിളിച്ചു പുറത്തിറക്കിയത്. ആ വിളിച്ചു പുറത്തിറക്കിയപ്പോൾ ഞങ്ങൾ എല്ലാവർക്കും നാണക്കേടായിരുന്നു. പക്ഷേ ഞങ്ങളുടെ ആ നാണക്കേട് ഇന്ന് ഞങ്ങൾക്കത് മാന്യതയായി തീരാൻ തക്കവണ്ണം സ്വർഗം ഞങ്ങൾക്ക് കൃപ ചെയ്തു എന്നേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. മാനുഷികരമായി പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ വൈകിപ്പോയോ എന്ന് പലപ്പോഴും കർത്താവിനോട് ചോദിച്ചിട്ടുണ്ട്. കാരണം കർത്താവ് ഞങ്ങൾക്ക് ഈ ചെറുപ്രായത്തിൽ തിളയ്ക്കുന്ന രക്തത്തോടെന്നൊക്കെ പറയില്ലേ, അതുപോലെ കർത്താവിന് വേണ്ടി ഉപയോഗപ്പെടാനായിട്ട് ആഗ്രഹിച്ച് നടന്നവരാ. പക്ഷേ ഞങ്ങൾക്ക് ആ ഒരു കാലഘട്ടം കഴിഞ്ഞിട്ടാണ് കർത്താവിൻ്റെ വേലയിൽ വ്യാപൃതരാകാൻ ഞങ്ങൾക്ക് അവസരം ലഭിച്ചത്. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ കർത്താവിനോട് ചോദിക്കുന്നത്, അപ്പാ ഞങ്ങൾ വൈകിപ്പോയോ വരാനായി, അല്ല എന്തേ ഞങ്ങൾ നേരത്തെ വിളിച്ചില്ല എന്ന് ചോദിക്കുമ്പോൾ ഈ ഉടനെ ഞങ്ങളുടെ മകൻ ഞങ്ങളോട് പറഞ്ഞു, അപ്പാ മോശയ്ക്ക് വിളിയുണ്ടായിരുന്നു, പക്ഷേ പുള്ളിക്കാരൻ ആ വിളിയിലെത്താനായിട്ട് 80 വയസ്സെടുത്തു. 40 വയസ്സ് കൊട്ടാരത്തിനകത്ത് ചിലത് പഠിപ്പിച്ചു. അത് കഴിഞ്ഞ് കൊട്ടാരമില്ലാത്ത ജീവിതം എന്തെന്ന് അടുത്ത 40 വർഷം മോശയെ പഠിപ്പിച്ചു. അത് കഴിഞ്ഞിട്ടാ ചെങ്കോല് കയ്യിൽ കൊടുത്തത്. അതുപോലെ നിങ്ങളെ ചിലത് പഠിപ്പിക്കാനും ചില അനുഭവങ്ങളിലൂടെ കടന്നു പോകാനും കർത്താവിനൊരു പദ്ധതി ഉണ്ടായിരുന്നു. വളരെ വാസ്തവമാണ്, വളരെ വാസ്തവമാണ്. കാരണം ഇത് 2026 8-ാം തീയതിയായി വളരെ അനുഗ്രഹിക്കപ്പെട്ടു. എങ്കിലും ഈ കഴിഞ്ഞ 7 ദിവസത്തെ നിങ്ങൾ മറന്നേക്കൂ. ഇന്നത്തെ ദിവസം കർത്താവിൻ്റെ പാദപീഠത്തിലായിരിക്കുമ്പോൾ എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു പുതുവർഷം അല്ല, 2026 ഡിസംബർ 31-ാം തീയതി വരെയുള്ള ദിവസങ്ങൾ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ദൈവജനം അനുഗ്രഹത്തിൻ്റെ പാതയിലൂടെ നടക്കുന്നതായി തീരുവാൻ തക്കവണ്ണം കർത്താവ് കൃപ ചെയ്യുമാറാകട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഈ ഇൻഗ്രേസ് എന്ന പ്രെയർ മിനിസ്ട്രിയോട് ചേർന്ന് നിൽപ്പാൻ കർത്താവ് ഞങ്ങൾക്ക് കൃപ തന്നത് വലിയൊരു അനുഗ്രഹമാണ്. പ്രിയ ബീനാൻറ്റിക്ക് അസുഖമാണെന്ന് കേട്ടപ്പോൾ ചെറിയൊരു വിഷമമുണ്ടായി. കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ശുശ്രൂഷിച്ച് കഴിഞ്ഞ വശം അറിഞ്ഞത് അച്ചായൻ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിന്നാ. അപ്പം ഞാൻ ചോദിച്ചു, അന്ന് അച്ചായൻ പോയി, ഇന്നിപ്പോൾ ആൻറ്റി പോവുമെന്ന് ചോദിച്ചപ്പോൾ ഇല്ല, മെഡിസിൻ എടുത്തിട്ട് മീറ്റിങ്ങിൽ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് രാത്രികാലം രണ്ടുപേരും മീറ്റിങ്ങിൽ കണ്ടതിന് ഓർത്ത് കർത്താവിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. പിന്നെ എനിക്ക് സന്തോഷം എന്ന് പറയുന്നത് ഇവർ രണ്ടുപേരുടെയും മുഖം വളരെ പ്ലസൻ്റാണ്. ഇവരെപ്പോഴും ചിരിക്കൊരു ക്ഷാമമില്ലാതെ. എന്നെ എപ്പോഴും എല്ലാവരും പറയും, എൻ്റെ ഭാര്യയെ നോക്കി അത്രയ്ക്ക് അധികം പറയില്ല, എങ്കിലും എൻ്റെ അടുത്ത് ചിരി മുഖത്ത് ഫിറ്റ് ചെയ്ത് നടക്കുന്ന ഒരാളാന്ന് പറയും. അതുപോലെ തന്നെയാണ് ഞാൻ ഈ ബീനാൻറ്റിയുടെ മുഖത്തേക്ക് എപ്പോൾ നോക്കിയാലും ഒരു ചിരി കാണാം. അത് തന്നെ മറ്റുള്ളവർക്കൊരു പോസിറ്റീവ് എനർജിയാണ്. കർത്താവ് ഈ 2026-ാം ആണ്ടിൽ ഈ സഭയോട് എനിക്കൊരു ദൂത് പറയാനുണ്ട്. ഈ 2026-ാം ആണ്ടിൽ കർത്താവ് ചിലതിനെ പൊളിച്ചെഴുതും. ഷഖേനരധ്വനി പ്രൗഢമനഗസ്യ. ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് ആഴത്തിലിടപെടുന്ന സമയമാണ്. ഇന്ന് രാത്രികാലം പ്രിയരെ, നമ്മുടെ വിശുദ്ധ കരങ്ങളെ ഒന്ന് ദൈവസന്നിധിയിൽ ഉയർത്തി നമ്മുടെ പ്രിയ ബീനാൻറ്റിക്കും കുടുംബത്തിന് നേരെ
ഒന്ന് പ്രാർത്ഥിക്കാനായി കർത്താവ് ഒരു പ്രേരണ തരുന്നു. ആ കുടുംബത്തിനായി പ്രാർത്ഥിക്കാൻ കർത്താവ് ഒരു പ്രേരണ തരുന്നു. ആ പ്രേരണയ്ക്കനുസരിച്ച് ഇപ്പോൾ ഒരു വാക്കിൽ ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക. നിങ്ങൾ ക്രിസ്തു യേശുവിൽ പരിശുദ്ധാത്മാവിലൊന്ന് ജാഗരിച്ചാട്ടെ, ഒന്ന് പ്രതികരിച്ചാട്ടെ. നമ്മളായിരിക്കുന്ന ഇടം ഏതോ ആയിക്കൊള്ളട്ടെ, നിങ്ങളുടെ കഴിവിനൊത്ത്, നിങ്ങളുടെ പരിമിതികൾക്കൊത്തവണ്ണം നിങ്ങൾ ദൈവസന്നിധിയിൽ ഒന്ന് പ്രതികരിക്കാൻ തയ്യാറാണോ? പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം ഇന്ന് ആ കുടുംബത്തിൽ ഇറങ്ങും കേട്ടോ. ദൈവത്തിൻ്റെ സാന്നിധ്യം ആ മൺകുടാരങ്ങളിൽ വ്യാപരിക്കും. ദൈവത്തിൻ്റെ സാന്നിധ്യം ആ മൺകുടാരങ്ങളിൽ പ്രവർത്തിക്കും. വാൾത്തോറും ഞങ്ങളുടെ ഭാരങ്ങളെ ചുമക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ രാത്രി സമയം അവിടുത്തെ പാദപീഠത്തിലേക്ക് ഒരിക്കൽ കൂടെ ഞങ്ങൾ കടന്നു വരികയാണ്. ഇന്ന് രാത്രി കാലം കർത്താവേ, ഞങ്ങൾ അവിടുത്തെ പാദപീഠത്തിലായിരിക്കുമ്പോൾ ഇന്നലെ വരെ നടന്നതായ ദൈവകൃപ പോരെ കർത്താവേ. ഇന്ന് പക ഈ രാത്രി കാലം ഞങ്ങൾക്ക് പുതിയ മേടുകൾ ഓടിക്കയറുവാൻ, ചാടിക്കയറുവാനുള്ള ഒരു പുത്തൻ അഭിഷേകത്തിന്റെ നിറവ് ഇന്ന് ഞങ്ങളുടെ മേൽ വ്യാപരിക്കേണ്ടതിനായി യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ പ്രിയ കർത്തൃദാസനും ദാസിക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇന്ന് രാത്രികാലം ഞങ്ങൾ ഒരുമിച്ച് അതേ അവിടുത്തെ നാമത്തിൽ ആശ്രയിച്ച് ആ പരിശുദ്ധാത്മാവിൽ ശരണം പ്രാപിച്ച് ഞങ്ങളുടെ കരങ്ങളെ ഉയർത്തി ആ കുടുംബത്തെ കർത്താവെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാ. ഇന്ന് രാത്രികാലം വെളിപ്പെടുന്ന ദൈവത്തിന്റെ സാന്നിധ്യം അത് രോഗങ്ങളെ തകർത്ത് കളയുന്ന, ശാപങ്ങളെ ഉടച്ചു കളയുന്ന, ഓ ലഖാബന ശന്ധന മുന്നോട്ട് വിടത്തില്ലെന്ന് പറഞ്ഞ് വ്യാപരിച്ചു നിൽക്കുന്ന ശത്രുവിന്റെ സകല പദ്ധതികളോ ഇന്ന് രാത്രികാല സ്വർലോകത്തിനും ഭൂലോകത്തിനും അധോലോകത്തിനും അധിപതിയാകുന്ന സർവശക്തനായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ശാസിച്ച് ജയം കൽപ്പിക്കുകയാ. എന്റെ യേശുവിന്റെ നാമത്തിൽ ഒരു രോഗസൗഖ്യം ഇന്ന് രാത്രികാലം ആ മൺകുടാരങ്ങളിൽ വ്യാപരിക്കട്ടെ. ശത്രുവിന്റെ സകല പദ്ധതികളോ യേശുവിന്റെ നാമത്തിൽ ഉടഞ്ഞു പോകട്ടെ എന്ന് ഞങ്ങൾ അവിടത്തോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എന്റെ യേശുവിന്റെ നാമത്തിൽ വ്യാപരിക്കുന്ന സകലവിധമായ വിടുതലുകൾക്കായി ഇന്ന് രാത്രികാലം ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ ഞങ്ങളോട് വിളിച്ചു പറഞ്ഞു, ഒരു കാര്യം നിങ്ങൾ അപേക്ഷിച്ചാൽ അത് ലഭിച്ചു എന്ന വിശ്വാസത്തോടെ ഇരിപ്പാൻ ഇന്ന് രാത്രികാലം ഞങ്ങൾ വിശ്വാസത്തോടുകൂടെ ആ രോഗസൗഖ്യത്തെ മൺകുടാരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളെ തെറ്റുകളോ കുറവുകളോ ബലഹീനതകളോ പരാജയങ്ങളോ പാപങ്ങളോ ശുശ്രൂഷയ്ക്ക് തടസ്സമായി നിൽക്കുവാൻ ഇടവരുത്താതെ വണ്ണോ കാൽവരിച്ചോട്ട് ചൊരിഞ്ഞ തിരു രക്തത്താൽ ഞങ്ങളെ ഒന്ന് കഴുകി ശുദ്ധീകരിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സകലമാനവും മഹത്വവും ഞങ്ങൾ അവിടത്തേക്ക് തരുന്നു. യേശു കർത്താവിന്റെ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുമ്പോൾ കൃപ ചെയ്ത് ഞങ്ങൾക്ക് ഉത്തരം നൽകി തരണം ഞങ്ങളുടെ സ്വർഗ്ഗത്തിലെ പിതാവേ. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം കർത്താവ് നമ്മുടെ ഇടയിൽ വലിയവ ചെയ്യും. ഈ രാത്രികാലം കർത്താവ് നമ്മോട് വലിയവ ചെയ്യും. ഇന്ന് രാത്രികാലം അതെ ഞങ്ങൾ പൂർണ്ണ വിശ്വാസത്തോടെ ഇന്ന് രാത്രികാലം ഈ മീറ്റിംഗിലായിരിക്കുന്നു. ഞങ്ങൾ ഈ മീറ്റിംഗിൽ എങ്ങനെ എത്രത്തോളം ബലത്തോടായിരിക്കുന്നുവോ അതിൻ്റെതായ ഒരു ഇരട്ടി ബലം കർത്താവ് നിങ്ങളിൽ വ്യാപരിപ്പാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് ഇന്ന് ഈ മീറ്റിംഗിൽ ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ഏത് അവസ്ഥയിലായാലും ഹൃദ്യമായി ഇടപെടുന്ന ശബ്ദം, ഹൃദ്യമായി ഇടപെടുന്ന ദൈവശബ്ദം ഇന്ന് രാത്രികാലം നിങ്ങളുടെ കർണപടങ്ങളിൽ പതിയുവാൻ തക്കവണ്ണം സ്വർഗം ഇടവരുത്തട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷകന്മാരുണ്ട്, അവരെ ഓർത്ത് ഞാൻ കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അവരായിരിക്കുന്ന മേഖലകളെ കർത്താവ് അനുഗ്രഹിക്കേണ്ടതിനായിട്ട് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഷഖാന റഖാന റബന ഹദ്വനി പ്രൗഢന റിഹൽ ഗഡഗാരഗഡഗസ്യ. ഹല്ലേലൂയ. കണ്ണീരെല്ലാം തുടയ്ക്കും കൺമണി പോലെ കാക്കും. കണ്ണീരെല്ലാം തുടയ്ക്കും കൺമണി പോലെ കാക്കും. കാർമേഘം പോലെ കഷ്ടങ്ങൾ വന്നാലും കനിവോടെ നിന്നെ കാത്തിടും താൻ. കാർമേഘം പോലെ കഷ്ടങ്ങൾ വന്നാലും കനിവോടെ നിന്നെ കാത്തിടും താൻ.
യേശു വിളിക്കുന്നു, യേശു വിളിക്കുന്നു. സ്നേഹമോടെ തൻ കരങ്ങൾ നീട്ടി യേശു വിളിക്കുന്നു. സ്നേഹമോടെ തൻ കരങ്ങൾ നീട്ടി യേശു വിളിക്കുന്നു. ആകുലവേളകളിൽ ആശ്വാസം നൽകിയിടും തൻ, ആകുലവേളകളിൽ ആശ്വാസം നൽകിയിടും താൻ എന്നറിഞ്ഞു നീയും യേശുവെ നോക്കിയ എണ്ണമില്ല നന്മ നൽകിയിടും താൻ എന്നറിഞ്ഞു നീയും യേശുവെ നോക്കിയ എണ്ണമില്ല നന്മ നൽകിയിടും താൻ. യേശു വിളിക്കുന്നു, യേശു വിളിക്കുന്നു. സ്നേഹമോടെ തൻ കരങ്ങൾ നീട്ടി യേശു വിളിക്കുന്നു. സ്നേഹമോടെ തൻ കരങ്ങൾ നീട്ടി യേശു വിളിക്കുന്നു, യേശു വിളിക്കുന്നു. 2026 ആണ്ടിലും പ്രിയരെ, നമ്മുടെ കഷ്ടതകളെ നോക്കിയിട്ടല്ല, നമ്മുടെ വേദനകളെ നോക്കിയിട്ടുമല്ല, ആ കഷ്ടതയുടെ നടുവിലും വേദനകളുടെ നടുവിലും ദൈവത്തിൽ ആശ്രയം വെക്കാൻ ഞാനും നിങ്ങളും തയ്യാറാണോ? എങ്കിൽ ഒരു കാര്യം നിശ്ചയമാക്കട്ടോ, ഇതിനപ്പുറത്ത് നമുക്കൊരു ജയമുണ്ട്, ഇതിനപ്പുറത്ത് നമുക്കൊരു സന്തോഷമുണ്ട്, ഇതിനപ്പുറത്ത് നമുക്കൊരു ഉല്ലാസമുണ്ട്. ഈ കഷ്ടത വരുമ്പോൾ, വേദന വരുമ്പോൾ ഒടുങ്ങിപ്പോയെന്നും ഒടുങ്ങിപ്പോകുന്നുവെന്നും ഒടുങ്ങിപ്പോകുമെന്നും വിചാരിക്കുന്നതായ ഒരു കൂട്ടരുണ്ട്. അവർ അങ്ങനെ പറഞ്ഞുകൊണ്ടും ചിന്തിച്ചുകൊണ്ടും തമ്മിൽ പറഞ്ഞുകൊണ്ടോ അങ്ങനെ തന്നെ നിൽക്കുമ്പോൾ, ഇന്ന് രാത്രികാലം പറയട്ടെ, കഴുകൻ തന്റെ കുഞ്ഞിനെ ചിറകിന്മേൽ വഹിക്കുന്നത് പോലെ ഈ പ്രതികൂലമാകുന്ന പ്രതിസന്ധിയാകുന്ന പ്രയാസങ്ങളുടെ മീതെ കൂടെ എന്നെ നിങ്ങളെ വഹിച്ചു കൊണ്ടുപോകുന്ന ആ കർത്താവിന്റെ സാന്നിധ്യം നാം അനുഭവിക്കാൻ ഇടവരോ? ഒരു കോഴി തന്റെ കുഞ്ഞിനെ ചിറകിന്റെ മറവിൽ മറയ്ക്കുന്നത് പോലെ പ്രതിസന്ധികൾ, പ്രതികൂലങ്ങൾ എനിക്ക് നിങ്ങൾക്ക് നേരെ കാറ്റ് വീശിയടിക്കുമ്പോൾ ആ മാറോട് ചേർത്ത് നിർത്തി വെറുതെ മറവിടമായി ഇരിക്കുക മാത്രമല്ല, ആ മാറിൽ നിന്നുള്ള ചൂട് എങ്കിലേക്ക് നിങ്ങളിലേക്ക് പകർന്നു തന്നുകൊണ്ട് ഒരു കോഴി തന്റെ കുഞ്ഞിനെ എങ്ങനെ മറയ്ക്കുന്നുവോ അതുപോലെ മറച്ചു പിടിച്ചുകൊണ്ട് ശത്രുവിൻ്റെതായ പോരാട്ടങ്ങളൊന്നും എന്നിലും നിങ്ങളിലും വരാനിടവരുത്താതെ വണ്ണം 2025 ആണ്ട് നമ്മെ വിട്ട് കടന്നു പോയപ്പോൾ ഈ 2026 ആണ്ടിന്റെ 8-ാം ദിവസം രാത്രികാലം വരെയും കർത്താവിനെയും നിങ്ങളെ കൊണ്ടുവന്നുവെങ്കിൽ ഒരു കാര്യം നിശ്ചയമാ, അവനെ എന്നെ നിങ്ങളെയും കുറിച്ചൊരു പദ്ധതിയുണ്ട് പ്രിയരെ, എന്നെ നിങ്ങളെയും കുറിച്ചൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതി എന്ത് തന്നെയായാലും വെളിപ്പെടുവാൻ ഇന്ന് രാത്രികാലം എത്ര പേർ ഏൽപ്പിച്ചു കൊടുക്കുന്നുവോ? പ്രായം ഒരു പ്രശ്നമല്ല കേട്ടോ, പ്രായം അതിനൊരു പ്രശ്നമല്ല, സാഹചര്യം ഒരു പ്രശ്നമല്ല. എൻ്റെ നിങ്ങളുടെ മനസ്സ് അത് കർത്താവിന്റെ പാദപീഠത്തിൽ ഏൽപ്പിക്കാൻ തയ്യാറാണോ? ശക്തമായി അതിവ്യക്തതയോടെ എനിക്ക് പറയാൻ സാധിക്കും, തമ്പുരാൻ എടുത്ത് ഉപയോഗിക്കുക തന്നെ ചെയ്യും. തമ്പുരാൻ നമ്മെ എടുത്ത് ഉപയോഗിക്കുക തന്നെ ചെയ്യും. ഞാൻ അതിനുള്ളൊരു കാര്യം സാക്ഷ്യം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ശുശ്രൂഷയിലേക്ക് കടക്കാം. 2024 ആണ്ടിൽ ഞാൻ പലപ്പോഴും പല വേദികളിലും പല മീറ്റിങ്ങുകളിലും ഞാൻ പറഞ്ഞതാ, ഈ 2024 ആണ്ട് ഡിസംബർ 24 തീയതി വൈകുന്നേരം 7:30-8 മണിയായപ്പോൾ ഞങ്ങളുടെ മകന് പനി വളരെയധികം കൂടി. ഒന്നാമത് മൂത്ത പൈതലിന് പനി വല്ലാതെ കൂടി. എന്ത് ചെയ്യണമെന്നറിയുന്നില്ല. ഞങ്ങൾ താമസിക്കുന്ന അതേ ഫ്ലാറ്റിൽ തന്നെ ഒരു മെഡിക്കൽ ഉണ്ട്. അവിടെ കാണിച്ചു. വളരെ പഴക്കം ചെയ്യുന്ന രാഷ്ട്രപതിയിൽ നിന്നും, അതായത്
അത് UAE രാഷ്ട്രപതിയിൽ നിന്നും നല്ലൊരു ഡോക്ടർ എന്ന പേര് വെച്ച് അദ്ദേഹത്തിന് വളരെയധികം മാന്യത കൽപ്പിച്ചു കൊടുത്തതാ. എന്നിട്ടും അദ്ദേഹം ട്രീറ്റ്മെന്റ് ചെയ്തിട്ടും ഞങ്ങളുടെ മൂത്ത മകനൊരു കുറവും വന്നില്ല. അവന് പനി നിങ്ങൾക്ക് ദിവസം തെല്ലുന്നോറും കൂടി, അവൻ ഉണങ്ങി വരാൻ തുടങ്ങി. അവസാനം അദ്ദേഹം പറഞ്ഞു വേറൊരു ഡോക്ടറുടെ അടുത്തേക്ക് അദ്ദേഹം ഞങ്ങളെ റെഫർ ചെയ്തു. ആ ഡോക്ടറുടെ അടുത്തേക്ക് ചെന്നപ്പോൾ ഏകദേശം അദ്ദേഹത്തിൻ്റെ പകുതി പോലും പ്രായമില്ലാത്തൊരു വ്യക്തി. അദ്ദേഹം പല ടെസ്റ്റുകളും നടത്തി. ലാസ്റ്റ് അദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ മകന് ന്യൂമോണിയയാണ്. 1 മണിക്കൂറിനുള്ളിൽ ഹോസ്പിറ്റലിൽ എത്തിച്ചില്ല എങ്കിൽ അടുത്ത 1 മണിക്കൂറിനുള്ളിൽ എന്ത് നടക്കുമെന്ന് എനിക്ക് പറയാൻ സാധിക്കത്തില്ല. ഒരു പക്ഷെ നിങ്ങളുടെ മകൻ നിങ്ങളെ കൈവിട്ടു പോകും. ഡിസംബർ 24 ഞങ്ങൾ എന്ത് ചെയ്യുമെന്നറിയാതെ വേദനിച്ച് നിന്ന സമയം ആരോട് ചോദിക്കും, ആരോട് പറയും? ഞങ്ങളുടെ കുഞ്ഞിനെ എടുത്ത് ആശുപത്രിയിലേക്ക് ഓടി. ഈ ദേശത്ത് ആ ന്യൂമോണിയയ്ക്ക് ചികിത്സ നടക്കുന്ന ഒരു ആശുപത്രിയേ ഉള്ളൂ. ഈ ഷാർജ ദേശത്ത് ഒരു ആശുപത്രിയേ ഉള്ളൂ. ആ സുലേഖ എന്ന് പറയുന്ന ഒരു ആശുപത്രിയാണ്. ഞങ്ങൾ ആ ഹോസ്പിറ്റലിലേക്ക് ചെന്ന് ഏകദേശം രാത്രി 10 മണിയായി. 10 മണിയോടുകൂടി ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ അവർ ഞങ്ങൾ വളരെ മാന്യതയോടുകൂടി സ്വീകരിച്ചു. ആ കുഞ്ഞിനെ വേണ്ടുന്നതായ എല്ലാ ടെസ്റ്റുകളും നടത്തുവാനുള്ള പേപ്പർ വർക്കെല്ലാം അവർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് അവരെന്നോട് പറഞ്ഞു 5000 ദിറംസ് ഒരു ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് ചാർജാണ്. 5000 ദിറംസ് കെട്ടിവെച്ചാൽ നിങ്ങളുടെ മകനെ അഡ്മിഷൻ തരാം. ഇന്നത്തെ പൈസ പ്രകാരം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ 5000 ദിറംസ് എന്ന് പറഞ്ഞാൽ 1,25,000 രൂപയേക്കാൾ കൂടുതലുണ്ട്. ഒരൊറ്റ ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് ചാർജാണ്. ഞങ്ങൾക്കൊരു ദിവസം രാത്രി കൊണ്ട് ഫ്ലൈറ്റ് പിടിച്ച് നാട്ടിലേക്ക് പോയാലോ എന്ന് ചിന്തിച്ചു. പക്ഷേ സമയം ഞങ്ങൾ ഭാഗ്യം നിർഭാഗ്യം എന്നിങ്ങനെ ഏറ്റെടുക്കാൻ തയ്യാറല്ലാത്തത് കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യും? 5000 ദിറംസ് അല്ല, എൻ്റെ ശമ്പളമാണെങ്കിൽ അന്ന് കിട്ടുന്നത് 8,500 ദിറംസാണ്. അത് മാസം അവസാനമായി 24-ാം തീയതിയായി. ഇനി ശമ്പളം കിട്ടണമെങ്കിൽ അടുത്ത മാസം 7-ാം തീയതി ആകണം. ഇത്രയും പൈസ എവിടെ നിന്നുണ്ടാക്കും? പക്ഷേ കർത്താവിന് ഒരു പദ്ധതി ഉണ്ടായിരുന്നത് കൊണ്ട്, കർത്താവിൻ്റെ ദൃഷ്ടി ഞങ്ങളുടെ മേലുണ്ടായിരുന്നത് കൊണ്ട്, ഞങ്ങളെക്കുറിച്ച് കർത്താവിനൊരു ഉദ്ദേശമുണ്ടായിരുന്നത് കൊണ്ട് ഇന്ന് രാത്രികാലം പറയട്ടെ 5000 ദിറംസ് എന്നുള്ളത് ഞങ്ങളുടെ കരങ്ങളിലെത്തി. ഞങ്ങൾ ആ ആസ്പത്രിയിൽ പൈസ കെട്ടിവെച്ചു. ഞങ്ങൾ ആ ഡോക്ടർ വന്നപ്പോൾ ഡോക്ടറോട് പറഞ്ഞു ഡോക്ടറെ ഞങ്ങൾക്ക് ഇൻഷുറൻസ് ഇല്ല, ഇവിടെ വിസ അടിക്കണമെങ്കിൽ ഇൻഷുറൻസ് വേണം. പക്ഷെ ഞങ്ങൾക്ക് അതുമില്ലാതെ തമ്പുരാൻ വിസ തന്നത്. അപ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞു ഡോക്ടറെ ഞങ്ങൾക്ക് വിസ ഇല്ല, ഇൻഷുറൻസ് ഇല്ല, അതുകൊണ്ട് ഭാരിച്ച ഒരു തുക അടയ്ക്കാൻ ഞങ്ങളുടെ കയ്യിലില്ല. അപ്പോൾ അവർ പറഞ്ഞു ലെറ്റ് മീ ട്രൈ, ഞാൻ ശ്രമിക്കാം. പിറ്റേ ദിവസം ഏകദേശം 9 മണി വരെ മാറാതെ അവൻ്റെ ശരീരത്തിൽ ഒന്നിന് പിറകെ ഒന്നായി ആൻറ്റിബയോട്ടിക്സും മറ്റു മരുന്നുകളും കുത്തിവെച്ച് തുടങ്ങി. ഏകദേശം ഞങ്ങൾ കയറിയത് 8 മണി 8:30 നേരത്തെ 10 മണിയോടുകൂടിയാണ്. ആ 10 മണിയായി കഴിഞ്ഞാൽ അടുത്ത 5000 ദിറംസ് ഞങ്ങൾ കെട്ടണം. എന്നാൽ വൈകുന്നേരം 3:30 നേഴ്സ് വന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ മകൻ്റെ ഒരു ടെസ്റ്റ് ഉണ്ട്, ആ ടെസ്റ്റ് നടത്തി കഴിഞ്ഞിട്ട് ബാക്കി വിഷയങ്ങൾ പറയാം. ആ ടെസ്റ്റ് കഴിഞ്ഞു. 4 മണിയോടുകൂടെ നേഴ്സ് തിരിച്ചു വന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ മകന് ഡിസ്ചാർജാണ്. ഇന്നലെ രാത്രി ഡോക്ടർ പറഞ്ഞത് 1 മണിക്കൂർ കൂടെ വൈകിക്കഴിഞ്ഞാൽ എന്താകും നിങ്ങളുടെ കൊച്ചിൻ്റെ അവസ്ഥയെന്ന് ഞങ്ങൾക്കറിയത്തില്ല. ഏകദേശം 2018-ാം ആണ്ടിൽ ഞങ്ങളുടെ മാതാവിനെ നാട്ടിലേക്ക് 2 കിഡ്നികളും നഷ്ടപ്പെട്ടുകൊണ്ട് ഞാൻ പറയട്ടെ ഒരു ബെഡ്ഷീറ്റ് മടക്കി തരുന്നത് പോലെയാ ഞങ്ങളുടെ മമ്മിയെ ഞങ്ങൾക്ക് ഈ ദേശത്ത് നിന്ന് തന്നത്. വീൽ ചെയറിൽ പോലും ഇരിക്കാൻ കഴിയാതെ വണ്ണം 1.5 മാസക്കാലം കിടപ്പിൽ കിടന്നിട്ട് വീൽ ചെയറിൽ പോലും ഇരിക്കാൻ കഴിയാതെ വണ്ണം ഞങ്ങളുടെ മാതാവിനെ കോരിയെടുത്ത് കൊണ്ടുപോയ അവർ ഞങ്ങൾക്കൊരു സർട്ടിഫിക്കറ്റ് തന്നു, അല്ലെങ്കിൽ ഒരു മെഡിക്കൽ റിപ്പോർട്ട് തന്നു. ആ റിപ്പോർട്ടിൽ എന്താ എഴുതിയിരിക്കുന്നതെന്ന് പോലും ഞങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ടെൻഷനായിരുന്നു. നാട്ടിൽ ചെന്നപ്പോൾ അന്ന് ആദ്യം ഡോക്ടർ പറഞ്ഞത് 2 കിഡ്നി പോയി എന്നുള്ളത് ശരി തന്നെ, ഡയാലിസിസ് കൊണ്ട് വീണ്ടെടുക്കാം. പക്ഷേ അവർ എന്തുകൊണ്ട് ന്യൂമോണിയയ്ക്ക് ട്രീറ്റ്മെൻറ്റ് നടത്തിയില്ല എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ മേലോട്ട് നോക്കുക എന്നല്ലാതെ ഞങ്ങൾക്കൊരു വഴിയും ഉണ്ടായിരുന്നില്ല. ഇന്ന് രാത്രികാലം പറയട്ടെ അത്രയും മാരകമായ രോഗം വീണ്ടും എൻ്റെ തലമുറയിലേക്ക് വന്നപ്പോൾ ഞാൻ കർത്താവിനോട് ചോദിച്ചു ഇതാണോ നീനോട് ചോദിച്ചതിന് നീ തന്ന പൈതലിനുള്ള വിധി? എനിക്ക് ആ വിധി പറ്റത്തില്ല. അവനെ ഞാൻ ചോദിച്ചു വാങ്ങിയത് നിന്റെ വേലയ്ക്ക് വേണ്ടി ഇറക്കാൻ വേണ്ടിയാ. നടു റോട്ടിൽ നിന്ന് പ്രാർത്ഥിച്ച ഒരു പിതാവിൻ്റെ പ്രാർത്ഥനയാ പ്രിയരെ. ഞാൻ ചോദിച്ചത് കർത്താവിനോട് ചോദിച്ചത് ഇവൻ ജനിക്കുന്നതിന് മുന്നമേ എൻ്റെ ഭാര്യയുടെ വയറ്റത്തിന്മേൽ കൈവച്ച് ഞാൻ പ്രാർത്ഥിച്ചതായൊരു വിഷയമുണ്ട്. ഇവൻ ആണായാലും പെണ്ണായാലും ദൈവവേലയ്ക്ക് വേണ്ടി ആണാണെങ്കിൽ ദൈവവേലയ്ക്ക് ഇറങ്ങണം, പെൺകുട്ടിയാണെങ്കിൽ ഒരു ദൈവദാസന്റെ കൈ പിടിച്ച് പോകണം. അന്ന്
അന്ന് ഞങ്ങൾ CSIയിലാണ്. എന്നാൽ ഇന്ന് രാത്രികാലം പറയട്ടെ, അവൻ ജനിച്ച് ഇത്ര നാളും കർത്താവ് കരുതി അവൻ്റെ വായിൽ നിന്ന് തന്നെ ഞങ്ങൾക്ക് കേൾക്കുവാൻ ഇടവന്നു. എനിക്ക് വേണ്ടിയത് ദൈവവേല ചെയ്യുവാനാ. എൻ്റെ കർത്താവ് എന്നെ എപ്പോൾ വേലയ്ക്ക് വിളിക്കുന്നുവോ ആ സമയം ഞാൻ വേലയ്ക്ക് ഇറങ്ങിക്കൊള്ളാമെന്ന് അവൻ്റെ വായിൽ നിന്ന് കേൾക്കുവാനും സ്നാനമെടുക്കുവാനും തക്കവണ്ണം തമ്പുരാൻ ഇടവരുത്തിയപ്പോൾ ആ നടു റോഡിൽ നിന്ന് നിന്നുകൊണ്ട് ഞാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്. നിന്റെ സന്നിധിയിൽ സമർപ്പിച്ച പൈതൽ ഇന്ന് രാത്രി ഈ രാത്രികാലം ഈ നടു റോട്ടിൽ നിന്ന് അവൻ കുഴഞ്ഞു വീണ് മരിക്കാനോ? അല്ലല്ലോ നിന്റെ സന്നിധിയിൽ ഞങ്ങൾ ഏൽപ്പിച്ചത്, അല്ലല്ലോ നിന്റെ സന്നിധിയിൽ അവൻ ഏൽപ്പിച്ചത്. അങ്ങനെയാണെങ്കിൽ ഇവന് ജീവനോടെ എനിക്ക് വേണം. ഇന്ന് രാത്രികാലം പറയട്ടെ, ആ പൈതൽ ഇന്ന് രാത്രികാലം ഞങ്ങളുടെ എല്ലാവിധമായ അവസ്ഥകളിലും ജോലിക്ക് കയറിക്കൊണ്ട് ഇന്ന് ഈ കുടുംബത്തിന്റെ നട്ടെല്ലാം ഇരിപ്പാൻ തക്കവണ്ണം സ്വർഗം ഇടവരുത്തിയെങ്കിൽ ഒരു കാര്യം നിശ്ചയമാ, വാഗ്ദത്തം ചെയ്തിട്ടുണ്ടോ അവൻ അത് പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. ഇടയിൽ വെച്ച് ഉപേക്ഷിച്ചു പോകുന്നൊരു തമ്പുരാനല്ല നമ്മുടെ കർത്താവ്. അവൻ അന്ത്യം വരെയും എന്നെ നിങ്ങളെയും കരം പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നൊരു കർത്താവാ. 2024 ആണ്ടിൽ ഈ മകനെ ഞങ്ങൾ 25-ാം തീയതി ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്നു. ഡിസംബർ 30-ാം തീയതി എൻ്റെ ജോലി നഷ്ടപ്പെട്ടു. എങ്ങനെ ചോദിച്ചാൽ ആർക്കും അറിയത്തില്ല. 30-ാം തീയതി ഒഴിഞ്ഞ കൈയുമായി ഞാൻ തിരികെ വന്നു. കഴിഞ്ഞ ഒരു വർഷക്കാലം ഈ ദേശത്ത് ഞങ്ങൾ എങ്ങനെ ജീവിക്കുമെന്ന് ചോദിച്ചാൽ ജാനുവരി 1-ാം തീയതി ഞങ്ങൾ കർത്താവിനോട് ചോദിച്ചതാ, നീയാ ഞങ്ങളെ കുടുംബമായി ഇവിടെ കൊണ്ടുവന്നത്, എന്ത് ചെയ്യണമെന്നുള്ളത് നീ ഞങ്ങൾക്ക് പറഞ്ഞു തരണം. എന്നെ കേൾക്കുന്ന പ്രിയരെ, അതുവരെ ഞങ്ങൾ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയുണ്ടായിരുന്നു. ശുശ്രൂഷകൾക്കായിട്ട് ഞങ്ങൾക്ക് സമയം കിട്ടുന്നില്ല. കാരണം രാവിലെ 8 മണിക്ക് പോയാൽ രാത്രി 12 മണിക്ക് കയറി വരുന്നവനാ ഞാൻ. അങ്ങനെയാണെങ്കിൽ ഞാൻ എങ്ങനെ ശുശ്രൂഷ നടത്തും? ആ ഒരു ചോദ്യം തമ്പുരാന്റെ പക്കലുള്ളപ്പോൾ പിന്നെ ജോലിയിൽ എന്നെ ഇരുത്തുമോ പ്രിയരെ? എൻ്റെ ജോലിയെ തട്ടിക്കളഞ്ഞോ? പക്ഷേ ഇന്ന് രാത്രികാലം ഞാൻ പറയട്ടെ, ഒരു വർഷക്കാലം ഞങ്ങൾ ഒഴിഞ്ഞവരായിട്ട് 2025 തുടങ്ങിയതെങ്കിൽ 2025 ഞങ്ങൾ ടാറ്റ ബൈ ബൈ പറയുമ്പോഴേ ഞങ്ങളുടെ കരങ്ങൾ നിറവുള്ളതായിരുന്നു, ഞങ്ങളുടെ ജീവിതം നിറവുള്ളതായിരുന്നു, ഞങ്ങളുടെ ഭവനം നിറവുള്ളതായിരുന്നു. എണ്ണത്തിലും വണ്ണത്തിലും കുറയാതെ വണ്ണം തമ്പുരാൻ ഞങ്ങളെ ബലപ്പെടുത്തി നിർത്തി. ഈ ഒരു വർഷക്കാലം ചെയ്തെടുത്ത ശുശ്രൂഷകൾ എത്രയെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് എണ്ണാൻ കഴിയാതെ വണ്ണം തമ്പുരാൻ ഞങ്ങളെ എടുത്തുപയോഗിച്ചുവെങ്കിൽ ഒരു കാര്യം നിശ്ചയം പറയട്ടെ, ഞാനും നിങ്ങളും എന്ത് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നുവോ അതിനെ ശ്രദ്ധ വെച്ച് കേൾക്കുന്ന ഒരു കർത്താവുണ്ട്. അത് എൻ്റെ നിങ്ങളുടെയും ജീവിതത്തിൽ പകർന്നു തരിക തന്നെ ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു ചെറിയ ചിന്ത, യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം ഒരാൾക്ക് ശബ്ദമുയർത്തി വായിക്കാമോ? യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം. ശീമോൻ പത്രോസ് അവരോട്, ഞാൻ അവർ പറഞ്ഞു. അവർ പുറപ്പെട്ട് പടക് കയറിപ്പോയി. ആ രാത്രി മതി. ആമേൻ, ഹല്ലേലൂയ. ശീമോൻ പത്രോസ് പറഞ്ഞൊരു വാക്ക്, ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു. കേട്ട് നിന്നവരെല്ലാവരും പറഞ്ഞു, ഞങ്ങളും പോരുന്നു. രാത്രിക്ക് രാത്രി ഇറങ്ങി പുറപ്പെടുന്നു. പക്ഷേ ആ രാത്രിയിൽ അവർ ഒന്നും പിടിച്ചില്ല. ഈ സാഹചര്യം നമുക്കെല്ലാവർക്കും വളരെ വ്യക്തതയോടുകൂടെ അറിയാം. കർത്താവിൻ്റെ ക്രൂശീകരണത്തിന് ശേഷം കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് 3-ാം തവണ വെളിപ്പെടുന്ന ഒരു സംഗതിയാണ്. അതിന് മുമ്പ് നടന്നതായ വസ്തുതയാണ് ഇത്. ഇന്ന് രാത്രികാലം പറയട്ടെ, പത്രോസിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പത്രോസ് ഈ ഒരു വാക്കിലൂടെ ഒരിക്കൽ കൂടെ തെളിയിക്കുകയാണ്, ശിഷ്യന്മാരിൽ ഏറ്റവും എരിവുള്ളവൻ ആരെന്ന് ചോദിച്ചാൽ പത്രോസ് എന്ന് അടിവരയിട്ട് ഉറപ്പിക്കാൻ തക്കവണ്ണം ഈ ഒരൊറ്റ വാക്കുമതി. കാരണം എന്തെന്ന് ചോദിച്ചാൽ ഇന്നും ലോകത്തിൽ പലരും ഇന്ന് എൻ്റെയും നിങ്ങളുടെയും മുമ്പിലിരിക്കുന്ന നമ്മിൽ പലരും ചിന്തിക്കുന്ന ഒരു വിഷയമാണ്, ഇനി അങ്ങോട്ട് എങ്ങനെ മുന്നോട്ട് പോകും, ഇനി അങ്ങനെ എങ്ങനെ മുന്നോട്ട് പോകും, മുമ്പോട്ട് പോകാനുള്ള വഴികളാണ് നാം തോക്കുന്നത്. എന്നാൽ ഇന്ന് രാത്രികാലം പറയട്ടെ, മുൻപോട്ട് പോകാനായിട്ട് ഞാനും നിങ്ങളും ഉണ്ടെങ്കിലല്ലേ വഴിയുണ്ടായിട്ട് കാര്യമുള്ളൂ.
ഞാനും നിങ്ങളും ജീവനോടെ ഉണ്ടായിട്ടേ വഴിയുണ്ടായിട്ട് കാര്യമുള്ളൂ. ഞാനും നിങ്ങളും ഇല്ലാതായിട്ട് എനിക്കും നിങ്ങൾക്കും പോകാൻ ഒരു വഴി ഉണ്ടായി കഴിഞ്ഞാൽ ആ വഴി അങ്ങനെ തന്നെ കിടക്കും. ആയതിനാൽ ഇന്ന് രാത്രികാലം പറയട്ടെ, കർത്താവിൻ്റെ സന്നിധിയിൽ കർത്താവ് ചോദിച്ചപ്പോൾ പടക് ഒന്ന് നീക്കിത്തരണമേ എന്ന് കർത്താവ് ആദ്യമായി അപേക്ഷിച്ചത് പത്രോസിനോട്. ആ പടക് ഒഴിഞ്ഞ പടകായിരുന്നു. അവിടെ നിൽക്കുന്ന പത്രോസ് ഒഴിഞ്ഞവനായിരുന്നു. അവൻ്റെ വലയും ഒഴിഞ്ഞതായിരുന്നു. ഇന്ന് രാത്രികാലം പറയട്ടെ, ആ ഒഴിഞ്ഞ പടക് കർത്താവിന് വേണ്ടി ഒന്ന് അടുപ്പിച്ചു കൊടുത്തപ്പോൾ നിന്റെ ഒഴിഞ്ഞ ജീവിതത്തെ തമ്പുരാന് വേണ്ടി നീ ഒന്ന് നിൽക്കാനുള്ള പ്ലാറ്റ്ഫോമാക്കി കൊടുക്കാൻ ഞാനും നിങ്ങളും തയ്യാറാകുന്നുവെങ്കിൽ ഇന്ന് രാത്രികാലം പറയട്ടെ, ഒഴിഞ്ഞ എൻ്റെ നിങ്ങളുടെയും പടകിനെ നിറയ്ക്കുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. റഖന റബന ഹധുനി പ്രൗഢമനഗസ്യ വൈഡനാരക ഹൽക്കന പ്രൗഢമനകം. യെസ്, പരിശുദ്ധാത്മാവ് വളരെ വ്യക്തതയോടെ ഇതിനകത്തായിരിക്കുന്ന ചില ജീവിതങ്ങളെ നോക്കിക്കൊണ്ട് വ്യക്തതയോടെ ഞാൻ ഈ ദൂതിനെ വ്യക്തതയോടെ ആരോടെന്ന് ഇനിയും വിളിച്ചു പറയും. കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഈ ദിവസങ്ങളിൽ ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചത് ഗിദയോനോട് ഇടപെട്ട ദൈവ സാന്നിധ്യം. ഗിദയോനോട് തമ്പുരാൻ പറഞ്ഞത് നിന്റെ അപ്പൻ്റെ ഏതെങ്കിലും ഒരു കാളയെ എന്നല്ല, നിന്റെ അപ്പൻ്റെ കാലിത്തൊഴുത്തിലെ രണ്ടാമത്തെ ഇളയ കാളക്കുട്ടിയെ എന്ന് വളരെ വ്യക്തമായി പറഞ്ഞുവെങ്കിൽ, ദൈവാത്മാവ് ഒരു ദൂത് പറയുന്നുവെങ്കിൽ അത് ആ വ്യക്തിയോട് കൂട്ടത്തിലിരിക്കുന്ന ആരോടോ സംസാരിക്കുന്നു എന്നല്ല, ഇന്നോരോട് ഇന്ന മാസം ഇന്ന തീയതി എന്ന് ദൈവാത്മാവ് ഇടപെടുന്നുവെങ്കിൽ ആ ദൂത് അങ്ങനെ പറയണമെന്നാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. ആയതിനാൽ ഇന്ന് രാത്രികാലം പറയട്ടെ, ഒഴിഞ്ഞ നിന്റെ പടകിനെ തമ്പുരാന്റെ പ്ലാറ്റ്ഫോം ആക്കാൻ നീ ഒരുക്കി കൊടുക്കാൻ തയ്യാറാകുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ പടകിനെ നീ പോലും അറിയാത്ത നന്മകളാൽ നിറയ്ക്കുന്ന സമയം മുമ്പിലുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാലം വളരെ വ്യക്തതയോടെ ഇടപെടുന്നു. ഇവാൻ എന്ന ഡിവൈസിൽ ഇരിക്കുന്ന ചെറുപ്പക്കാരാ, നിന്നെ നോക്കിക്കൊണ്ട് പരിശുദ്ധാത്മാവ് വളരെ വ്യക്തതയോടെ ഇടപെടുന്നു. കാലചക്രങ്ങൾക്ക് മുൻപേ ഓടുവാനുള്ള ഒരു ദൈവകൃപ നിന്റെ മേൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാ. സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ, ഞാൻ ഇന്ന് പലർക്കും ഒരു അത്ഭുതമായി ഇരിക്കുന്നുവെന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ നിന്റെ ജീവിതത്തെ ഒരു അത്ഭുതമാക്കി മാറ്റുവാൻ കർത്താവിന് പദ്ധതിയുണ്ടെന്ന് പരിശുദ്ധാത്മാവിന് രാത്രികാലം വളരെ വ്യക്തതയോടെ ഇടപെടുകയാ. ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ പരിശുദ്ധാത്മാവ് പറയുന്നു, നീ എൻ്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്താൽ പലരുടെയും ഉത്തരമാക്കി നിന്നെ ഞാൻ മുൻപന്തിയിൽ നിർത്തി മാനിക്കുമെന്ന് പരിശുദ്ധാത്മാവിന് രാത്രികാലം വളരെ വ്യക്തതയോടെ ഇടപെടുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പത്രോസ് പോലും ആ ദിവസം വിചാരിച്ചിരിക്കത്തില്ല ഇന്ന് ഈ സമയം പകലിൽ എൻ്റെ പടക് നിറയുമെന്ന്. കാരണം മീനിനെ കിട്ടുന്നത് രാത്രി സമയങ്ങളിലാണ്. വലയെറിഞ്ഞാൽ മീൻ കിട്ടുന്നത്. കർത്താവ് രാത്രിയല്ല വന്നത്, പകല കർത്താവ് അങ്ങോട്ട് കയറി വരുന്നത്. കർത്താവ് കയറി വന്ന സമയത്ത് കർത്താവിനോട് കൂടെ നടക്കുന്ന ഒരു കൂട്ടരുണ്ട്. ഇവൻ്റെ കർത്താവിൻ്റെ വായിലെ വചനങ്ങൾ കേൾപ്പാൻ തക്കവണ്ണം ആഗ്രഹത്തോടെ ആർത്തിയോടെ അവൻ്റെ പിറകെ നടക്കുന്ന ഒരു കൂട്ടം. അവരെ തൃപ്തി വരുത്തുവാൻ കർത്താവ് പത്രോസിനോട് ആദ്യം അപേക്ഷിച്ചത് നിന്റെ പടകനെ ഒന്ന് നീക്കിത്തരണമേ, നിൽക്കുവാൻ തക്കവണ്ണം. കർത്താവിന് വേണ്ടി തൻ്റെ ഒഴിഞ്ഞ പടകനെ നീക്കി കൊടുത്തപ്പോൾ അക്ഷമനായി അവിടെ കാത്തിരുന്ന ഒരു പത്രോസ് ഉണ്ട് കേട്ടോ. ആ പത്രോസ് അവിടെ അക്ഷമനായി കാത്തിരിക്കുമ്പോൾ അവന് ഉള്ളിലുള്ള ചിന്ത എന്തായിരിക്കുമെന്ന് നിങ്ങളൊന്ന് ഓർത്തു നോക്കിക്കേ. രാത്രി മുഴുവൻ ഞാൻ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. അങ്ങോട്ട് പോയവരും ഇങ്ങോട്ട് പോയവരും എന്നോട് വിളിച്ചു ചോദിച്ചു, എന്താ പത്രോസേ ഒന്നും കിട്ടിയില്ലടാ? ഇല്ല, ഒന്നും കിട്ടിയില്ല. ഈ കടൽക്കരയെ അറിയാത്തവനല്ല, ഇതിൻ്റെ ഓളങ്ങളെ അറിയാത്തവനല്ല, ഇതിൻ്റെ മീനുകളുള്ള വശം ഏതെന്ന് അറിയാത്തവനല്ല. പക്ഷേ അവൻ്റെ ചിന്താഗതികൾക്ക് മീതെ പ്രവർത്തിച്ചൊരു ദൈവ പ്രവൃത്തിയായിരുന്നു കഴിഞ്ഞ രാത്രിയിൽ ഉണ്ടായിരുന്ന നഷ്ടം. അതേ ജീവിതത്തിൽ ഇന്ന് രാത്രികാലം വിളിച്ചു പറയുന്നു, പരിശുദ്ധാത്മാവ് വളരെ വ്യക്തതയോടെ ഇടപെടുന്നു. ജീവിതത്തിൽ ചില നഷ്ടങ്ങൾ വന്നിട്ട് ദൈവത്തോട് മറുതലിക്കാനല്ല, നിന്റെ നഷ്ടങ്ങൾ വരുമ്പോൾ അതിനപ്പുറത്ത് നിന്നെ എടുത്ത് ഉപയോഗിപ്പാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിന് വളരെ വ്യക്തതയോടെ
വേണ്ടിയുള്ള ഒരു പദ്ധതിയുണ്ടെന്ന് ദൈവാത്മാവിന്ന് രാത്രികാലം ഇടപെടുകയാ. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഒരു കാലത്ത് ഞാൻ രാജാവിനെ പോലെ ജീവിച്ചവനാ, ഞാൻ അഹങ്കാരത്തോടെ ജീവിച്ചവനാ, ഈ ലോകത്തിന്റെ എല്ലാ നന്മകളും എന്റെ ഉള്ളങ്കരത്തിൽ കൊണ്ടു നടന്നൊരു വ്യക്തിയാ. ഇന്ന് പകൽക്കാലം, ഈ രാത്രികാലം നിങ്ങളോട് വചനത്തിൽ നിന്ന് സംസാരിക്കുന്ന ഈ ഞാൻ, എനിക്ക് മാത്രം പോകാനായി ഒരു റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് ഉണ്ടായിരുന്നു. എൻ്റെ പിതാവിന് മാത്രം യാത്ര ചെയ്യാൻ ഒരു ബജാജ് ചേതക സ്കൂട്ടർ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് കുടുംബമായി യാത്ര ചെയ്യാൻ ഒരു ഇൻഡിക കാർ ഉണ്ടായിരുന്നു. അധിക വരുമാനത്തിന് 1 അല്ല 2 ടെമ്പോ ട്രാവലർ ഉണ്ടായിരുന്നു. 8.25 സെന്റ് സ്ഥലത്തിൽ 1100 സ്ക്വയർ ഫീറ്റ് വീടും ഉണ്ടായിരുന്നു. പോരാത്തതിന് എല്ലാത്തിനും മീതെ മാന്യതയുടെ ഗോൾഡിന്റെ ഹോൾസെയിലർ എന്ന നാമകരണവും എനിക്കുണ്ടായിരുന്നു. എൻ്റെ വണ്ടിയുടെ ശബ്ദം കേട്ടാൽ ആളുകൾ ഓടി വരുന്നൊരു സമയമുണ്ടായിരുന്നു. എന്നാൽ അധികം താമസിക്കാതെ ഈ നന്മകളെല്ലാം എൻ്റെ കൈവെള്ളിൽ നിന്ന് ഒഴുകിപ്പോകുന്നത് നിറകണ്ണോടെ നോക്കി നിൽക്കേണ്ട ഒരു അവസ്ഥ എൻ്റെ ജീവിതത്തിൽ വന്നു. അന്ന് ഞാൻ തമ്പുരാനോട് ചോദിച്ചു, എനിക്ക് എന്താ ഈ അവസ്ഥ വന്നത്? എനിക്ക് ഉത്തരം കിട്ടിയില്ല. ഞാൻ ഒരുപാട് ദൈവദാസന്മാരുടെ അരികിൽ ചെന്നു, എനിക്ക് ഒരു ഉത്തരവും കിട്ടിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇരുന്ന വീടും വിൽക്കേണ്ട അവസ്ഥയിലേക്ക് വന്നു. വെറും 3500 രൂപ ലോൺ അടയ്ക്കാൻ കഴിയാതെ വണ്ണം, എന്തിനേറെ പറയുന്നു 9 രൂപ 50 പൈസയ്ക്ക് കിട്ടുന്ന 1 കിലോ അരി കടം വാങ്ങേണ്ട അവസ്ഥയിലേക്ക് ഞങ്ങളുടെ ജീവിതം കടന്നുപോയ അവസ്ഥയുണ്ട്. അതിലും ശോചനീയമായിരുന്നു കേട്ടോ. വേറൊന്നുമല്ല, ഞങ്ങളുടെ മകന് 2.5 വയസ്സുള്ളപ്പോൾ 3 വയസ്സുള്ളപ്പോൾ അവന് ടൈഗർ ബിസ്ക്കറ്റ് എന്ന ബിസ്ക്കറ്റ് വാങ്ങിക്കൊടുക്കാൻ 5 രൂപ പോലും ഇല്ലാതെ ഞാൻ വഴിയിലൂടെ നടന്നുപോയ ഒരു സമയമുണ്ട്. കരഞ്ഞ് വിയർത്തൊലിച്ചിട്ട് വിയർപ്പിനോടുകൂടെ എൻ്റെ കണ്ണുനീരും ഒഴുകിയ ഒരു സമയമുണ്ട് പ്രിയരെ. എന്നാൽ ഇന്ന് രാത്രികാലം പറയട്ടെ, ആ വേദന വന്നപ്പോൾ ഞാൻ കർത്താവിനോട് ചോദിച്ചു, എന്തിനാ ഈ കഷ്ടത എന്നെ കാണിക്കുന്നേ? ഞാൻ ചോദിച്ചു, എൻ്റെ മാതാപിതാക്കളുണ്ട്, എൻ്റെ ഭാര്യ എന്നെ വിശ്വസിച്ച് വന്നവളുണ്ട്, എൻ്റെ കൂടെ പിറപ്പുണ്ട്, എൻ്റെ പൈതലുണ്ട്. ഇതിൻ്റെ മുമ്പിൽ ഇത്രയും നാണം കെടാൻ തക്കവണ്ണം ഞാൻ എന്തു ചെയ്തു എന്ന് ചോദിച്ചപ്പോഴും ഇടപെടാത്തൊരു ദൈവ സാന്നിധ്യം. ഞാൻ ചോദിച്ചു, ആഗ്രഹമുള്ളപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഇടപെടുന്നതല്ലേ ഈ ദൈവ സാന്നിധ്യം? എന്നിട്ടും ഈ ദൈവ സാന്നിധ്യം എന്താ എനിക്ക് വെളിപ്പെടാത്തെ? ഞാൻ ചോദിച്ചു, ഉത്തരമുണ്ടായിരുന്നില്ല. ചോദ്യങ്ങൾ മാത്രം ബാക്കി നിന്നു. എന്നിട്ടും ഞാൻ വിശ്വാസത്തോടെ നിൽപ്പാനുള്ള ഒരു പ്രേരണ എൻ്റെ ഭാര്യയുടെ വശത്തു നിന്ന് എനിക്ക് വന്നു. അവളുടെ പ്രാർത്ഥന, എൻ്റെ മാതാവിൻ്റെ കണ്ണുനീർ, ലഖാബന ശന്ധന. ഇന്ന് രാത്രികാലം പറയട്ടെ, ആ നാളുകളിൽ ഉണ്ടായിരുന്ന പ്രാർത്ഥന, ആ നാളുകളിൽ ഉണ്ടായിരുന്ന ജാഗരണ, ആ നാളുകളിൽ അർദ്ധരാത്രിയിലെ പ്രാർത്ഥന, കർത്താവിനോടുള്ള ചോദ്യം, കണ്ണുനീരോടുള്ള പ്രാർത്ഥന, ഉപവാസം, ഇതെല്ലാം ഞങ്ങളുടെ ജീവിതത്തെ കയ്പിൽ നിന്നും മാധുര്യത്തിലേക്കുള്ള വഴികളെ വെട്ടിത്തുറന്ന് തമ്പുരാൻ ഇന്ന് ഞങ്ങളെ ഈ ദേശത്ത് കുടുംബമായി നിർത്തുമെങ്കിൽ ഒരു കാര്യം നിശ്ചയമാ, വിളിച്ച കർത്താവ് വിശ്വസ്തന. അവൻ എന്റെയും നിങ്ങൾക്ക് ചോദ്യങ്ങൾക്കല്ല, അവന്റെ സമയത്ത് അവൻ മറുപടി കൽപ്പിക്കുന്നവനാ. അവന്റെ സമയത്ത് അവന്റെ പ്രവർത്തികൾ വെളിപ്പെടുത്തുന്നവനാ. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം പറയട്ടെ, അങ്ങനെ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടിട്ട് രാഖ്യരാമായണം ഓടി വന്നതാ ഈ ദേശത്തേക്ക്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഈ ദേശത്ത് നിന്ന് കർത്താവ് നൽകി തന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? ആ ദേശത്ത് നിന്ദിക്കുക, ആ ദേശത്ത് ഞാൻ നിന്ദിക്കപ്പെട്ടതാ, തലകുനിക്കപ്പെട്ടതാ, ശാപങ്ങൾ വാങ്ങിയതാ അവരുടെ മുൻപാകെ ഇന്ന് രാത്രികാലം ഞാൻ വളരെ വളരെ സന്തോഷത്തോടെ എൻ്റെ കർത്താവെങ്കിലുള്ള അഹങ്കാരത്തോടെ ഞാൻ പറയട്ടെ, ആ വിളിച്ച ദൈവം വിശ്വസ്തനാണെന്ന് തെളിയിക്കുമാറ് അന്ന് എന്നെ നിന്ദിച്ചവർ, അന്ന് എന്നെ ശപിച്ചവർ, അന്ന് എന്നെ തടഞ്ഞു നിർത്താൻ നോക്കിയവർ, കടബാധ്യതകൾ മീതെ കടബാധ്യത വന്നപ്പോൾ നിന്നെ ഒരടി നിന്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞവർ, അവരെ ഞാൻ പിന്നീട് കാണുന്നത് എന്നേക്കാൾ ദുരിതമായ അവസ്ഥയിലാണ് ഞാൻ കണ്ടത്. അന്ന് അവരെന്നോട് പറഞ്ഞു, അജോ നീ അന്ന് ചെയ്തത് ശരിയായിരുന്നു, നീ അന്ന് ചെയ്തത് പറഞ്ഞതും ശരിയായിരുന്നു. പക്ഷേ ഇന്നാണ് ഞങ്ങൾക്കത് മനസ്സിലായത്. സമയമേറെ വൈകിപ്പോയജോ. ഞാൻ അന്നും പറഞ്ഞൊരു കാര്യമുണ്ട്, ഇല്ല, കർത്താവിന് സമയം വൈകത്തില്ല, കർത്താവിന് സമയം വൈകത്തില്ല. നമ്മുടെ കാൽക്കുലേഷനുകളാ വൈകുന്നത്, നമ്മുടെ കാൽക്കുലേഷന് ഉത്തരം കിട്ടാനാ വൈകുന്നത്. തമ്പുരാനൊരു പദ്ധതി ഉണ്ടെങ്കിൽ ആ പദ്ധതി വെളിപ്പെടുക തന്നെ ചെയ്യും. അദ്ദേഹത്തിൻ്റെ പേര് ക്ലീറ്റസ് എന്ന. ക്ലീറ്റസേ, ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ അറിഞ്ഞ് വിശ്വസിച്ച് ഇറങ്ങിയ ദൈവം എന്നെ കരുതുവാൻ തക്കവണ്ണം
മതിയായവനെന്ന് ഞാൻ പറയുമ്പോൾ എൻ്റെ കയ്യിൽ എന്ത് ഉണ്ടായിരുന്നുവെന്നോ എന്തെല്ലാം നഷ്ടപ്പെട്ടെന്നും വളരെ വ്യക്തത അറിയുന്ന ആ വ്യക്തി എന്നോട് പറഞ്ഞു, അജോ ഇന്ന് ഞാൻ ജനിച്ചു വളർന്ന വീട്, ആ വീട്ടിൽ ഞാൻ ഇന്ന് വാടകക്കാരനായി ഇരിക്കുന്നത്. നീയോ നഷ്ടപ്പെട്ടതിന് ഇരട്ടിയായി നല്ലൊരു ഭവനം നിന്റെ പേരിൽ വാങ്ങി പണിത് ആ ഭവനത്തിൽ ഇരിക്കുന്നത് കാണുമ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, നിന്റെ യേശു നല്ല യേശുവാ. ഇന്ന് രാത്രികാലം പറയട്ടെ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തെ നോക്കിക്കൊണ്ട് ആർക്കെങ്കിലും സാക്ഷ്യം പറയാൻ എൻ്റെയും നിങ്ങളുടെയും ജീവിതം ഒരുങ്ങുന്നെങ്കിൽ ഒരു കാര്യം ഉറപ്പാ, അങ്ങനെയുള്ള സാക്ഷ്യങ്ങൾ വെളിപ്പെടണമെങ്കിൽ ഞാനും നിങ്ങളും ചില അഗ്നിശോധനകളിലൂടെ കടന്നു പോകേണ്ടി വരും. ആ ശോധനകളിലൂടെ കടന്നു പോകുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ അത് നമ്മെ ദഹിപ്പിച്ച് കളയാനല്ല, ശത്രുവിൻ്റെ പദ്ധതികൾ എനിക്കും നിങ്ങൾക്ക് നേരെ നിൽക്കുന്നതിനെ ദഹിപ്പിച്ച് കളഞ്ഞുകൊണ്ട് ഇനി ഒരിക്കലും ആ ശത്രുവിനെ നിങ്ങളിലേക്കും കടന്നു വരാൻ കഴിയാതെ വണ്ണം അവൻ്റെ പാതകളെ അവൻ ഒരുക്കിയ തീയിൽ ദഹിപ്പിച്ച് കളഞ്ഞുകൊണ്ട് സ്വതന്ത്രരായി നമ്മെ പുറത്തു കൊണ്ടുവരികയാ ചെയ്യുന്നത്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം പറയട്ടെ, പത്രോസ് ആ പടകിൽ നിന്ന് ഒരുങ്ങി നിന്നുകൊണ്ട് പത്രോസ് ആ എല്ലാ കാര്യങ്ങളും വിശദമായി കേട്ടു. അതിനുശേഷം പത്രോസിനോട് പറഞ്ഞത്, നീ ആഴത്തിലേക്ക് നീക്കി വലയെറിയുക. എൻ്റെ ഭാഷയിൽ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, രാത്രിയിൽ മീൻ പിടിക്കുന്ന സമയത്ത് ഞാൻ വീശിയ വലയിൽ ഒന്നും കുടുങ്ങാത്ത മീനാണോ ഈ പകൽ സമയത്ത് സൂര്യൻ്റെ വെളിച്ചം വെള്ളത്തിലേക്ക് അടിക്കുമ്പോൾ എൻ്റെ വലയിൽ കുരുങ്ങാൻ പോകുന്നത്? നീ എന്ത് പോഷത്തരമാ പറയുന്നേ എന്ന് ഞാൻ ചോദിക്കുമായിരുന്നു. എന്നാൽ ഇന്ന് രാത്രികാലം പറയട്ടെ, പത്രോസിനുണ്ടായിരുന്ന ഏറ്റവും വലിയ മേന്മ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു നല്ല സ്വഭാവ ഗുണമെന്ന് പറയുന്നത്, അവൻ കർത്താവ് പറഞ്ഞപ്പോൾ എതിരഭിപ്രായം പറയാൻ നിന്നില്ല. കേട്ടോ, എതിരഭിപ്രായം പറയാൻ നിന്നില്ല, അതിന് മുടക്ക് പറയാൻ നിന്നില്ല, എക്സ്ക്യൂസസ് പറയാൻ നിന്നില്ല. കർത്താവ് എന്ത് പറഞ്ഞുവോ അവിടെ പറയുന്നത്, നാഥ നിന്റെ വാക്കിനനുസരിച്ച് ഞാൻ വലയിറക്കാം. ആ നേരം അത്രയും ചിന്തിച്ചു കൊണ്ടിരുന്നതായൊരു സമയമുണ്ടായിരിക്കാം. എൻ്റെ ഭാഷയിൽ ഞാൻ പറയട്ടെ, രാത്രിയിൽ ഞാൻ വലയെറിഞ്ഞു, ഒന്നും കിട്ടിയില്ല, കൂട്ടുകാർ കണ്ടു. ഇനി ഞാൻ ഈ ഒഴിഞ്ഞ വലയുമായി നടന്ന് വീട്ടിലേക്ക് പോകുമ്പോൾ ഇനിയും വഴിയുള്ളവർ എന്നെ കാണും, അവരോട് ഞാൻ എന്ത് മറുപടി പറയും? ഇവരോട് ഞാൻ എന്ത് മറുപടി പറയും? ഒന്നും കിട്ടിയില്ല എന്ന് വീട്ടുകാർ ചോദിക്കുമ്പോൾ അവരോട് ഞാൻ എന്ത് മറുപടി പറയും? എന്നിങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ പത്രോസിന്റെ ഹൃദയത്തിൽ തികട്ടി വന്നുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് വിളിച്ചു പറയുന്നു, നീ ആഴത്തിലേക്ക് നീക്കി നിന്റെ വലയൊന്ന് നിന്റെ വല ഇറക്കുക. ഓ ലഖാബന ശന്ധന അർത്ഥന പ്രൗഢവനഗസ്യ. ഇന്ന് രാത്രികാലം പറയട്ടെ, ആ തമ്പുരാന്റെ വാക്കിനനുസരിച്ച് വല ഇറക്കിയത്, ആ വലയ്ക്ക് ഒരു കോട്ടവും തട്ടാതെ, ആ വല കീറുമാറുള്ള, പടകം മുങ്ങിപ്പോകുമാറുള്ള ഒരു മത്സ്യസമ്പത്ത് ഇത്രയും നാൾ അവിടെ വല ഇറക്കിയിട്ട് പത്രോസിന്റെ കണ്ണിന് കാണാൻ കഴിയാത്തത്, അവന്റെ ബുദ്ധിയിൽ തെളിയാത്തത്, അവന്റെ കൂട്ടുകാർക്ക് തെളിയാത്തത്, കണ്ടു നിന്നവർക്ക് തെളിയാത്തത്, ആലോചിച്ചവർക്ക് തെളിയാത്തത് പത്രോസിന്റെ വലയിൽ വന്നു കയറുവാൻ തക്കവണ്ണം. അതെ, ഇന്ന് രാത്രികാലം ഞാൻ പറയുന്നു, അത് പത്രോസിന്റെ വലയിൽ വന്നു കയറിയതാ, അവിടെ കൊണ്ട് നിർത്തിയത് തമ്പുരാൻ. എന്തിനാണെന്ന് ചോദിച്ചാൽ, എനിക്ക് വേണ്ടി നീ ഒരു പ്ലാറ്റ്ഫോം തന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് നിൽക്കാൻ തക്കവണ്ണം നിന്റെ ഒഴിഞ്ഞ പടകനെ നീ ഒരുക്കിയെങ്കിൽ അതിനെ നിറയ്ക്കുന്ന ഉത്തരവാദിത്വം അത് തമ്പുരാന്റെ ഉത്തരവാദിത്വമാ. നിന്റെ പടകനെ നിറയ്ക്കുക എന്നത് നിന്നെ വിളിച്ചവന്റെ ഉദ്ദേശമാ. ആ നിറച്ചതിന് ശേഷമേ നിനക്കൊരു പുറപ്പാടുള്ളൂ. രഘനരധ്വനി പ്രൗഢമനഗസ്യ വൈഡനാർ ഘൽക്കനാരക ഹസ്തന പ്രൗഢമനകം ഉടമന ഝുഡ റിഖാനരപന ഹസ്തരേ. യെസ്, ബിനാനി പരിശുദ്ധാത്മാവ് നിങ്ങളെക്കുറിച്ച് ഇങ്ങനെ ദൂത് പറയുന്നു. 2026 ആണ്ട്, ഹോ ഹല്ലേലൂയ, 2026 ആണ്ട് ഭൂതങ്ങളുടെ മേൽ അധികാരം കൽപ്പിച്ച് വാക്കിനാൽ നിങ്ങളെ അതിനെയെല്ലാം തകർത്ത് കളയുന്ന ഒരു അഭിഷേകം ഈ മൺകുടാരങ്ങളിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. വൈഡനാരകധ്വനി പ്രൗഢമനഗസ്യ തലമുറകളായി വെച്ചാരാധന, ആ റഖാബന ശന്ധനെ തലമുറകളായി വെച്ചാരാധന. ആഗ്രഹമുണ്ട് പുറത്തു വരണമെന്ന്. അവരുടെ കൂട്ടുകെട്ടോ അവരുടെ കുടുംബ പശ്ചാത്തലോ അവരെ സമ്മതിക്കാതിരിക്കുമ്പോൾ ആ മതിൽ ചുവരുകളെ ഇടിച്ചു കളയുന്ന അഭിഷേകവുമായി പ്രിയദാസിയെ നിങ്ങളുടെ കാലുകൾ അതിനകത്ത് വയ്ക്കുവാൻ തക്കവണ്ണം തമ്പുരാൻ എടുത്തുകൊണ്ടു പോകുന്ന സമയങ്ങൾ മുമ്പിലുണ്ടെന്ന് ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് വളരെ വ്യക്തതയോടെ ഇടപെടുകയാണ്. ഇപ്പോൾ നിങ്ങൾ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി അതിന്റെ കാഠിന്യത്തിലേക്ക് തമ്പുരാൻ എടുത്ത് ഉപയോഗിക്കുന്ന
ആഗ്രഹിക്കുന്നുവെന്ന് പരിശുദ്ധാത്മാവ് രാത്രികാലം വ്യക്തതയോടെ ഇടപെടുന്നു. ഈ 2026 ആണ്ട് അവസാനിക്കുന്നതിന് മുന്നമേ നിങ്ങളുടെ മിനിസ്ട്രിക്ക് വേണ്ടി താങ്ങും തണലുമായി ചില ജീവിതങ്ങളെ, പ്രാർത്ഥനാ ഗോപുരങ്ങളെ തമ്പുരാൻ ഒരുക്കാൻ പോകുന്നുവെന്ന് പരിശുദ്ധാത്മാവ് രാത്രികാലം വളരെ വ്യക്തതയോടെ ഇടപെടുന്നു. ഹല്ലേലൂയ. യെസ്, കർത്താവിന്റെ പരിശുദ്ധ നാമം ഈ രാത്രികാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അങ്ങനെ പത്രോസിന്റെ പടക് നിറഞ്ഞപ്പോൾ അപ്പം തന്നെ വിളിയുണ്ടായി. ഇന്ന് രാത്രികാലം ദൈവാത്മാവ് വളരെ വ്യക്തതയോടെ ഇടപെടുന്നു. കഴിഞ്ഞ നാളുകളിലുള്ള നഷ്ടം ശൈല ജോഷി ഞാൻ ഇപ്പോൾ നിങ്ങളുടെ പേര് വിളിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയത്തിന്റെ അന്തത്തട്ടിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ഞാൻ ആ സ്ത്രീയോട്, നിങ്ങളോട്, പ്രിയ സഹോദരിയോട് ഹൃദയത്തിൽ ഇപ്പോൾ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് ദൈവാത്മാവ് വളരെ വ്യക്തതയോടെ ഇടപെടുന്നു. ഒഴുകിപ്പോയ നന്മകൾ, പിടിച്ചു വെച്ച നന്മകൾ, അതെ, ഒഴുകിപ്പോയ നന്മകൾ, പിടിച്ചു വെക്കപ്പെട്ടതായ അർഹതപ്പെട്ട നന്മകൾ തടഞ്ഞു വെച്ചത് പരിശുദ്ധാത്മാവ് പറയുന്നു. അങ്ങനെയുള്ള നന്മകളെ നോക്കിക്കൊണ്ട് കൽപ്പിച്ച് പ്രാർത്ഥിക്കാൻ ദൈവാത്മാവ് രാത്രികാലം നിങ്ങളോട് വ്യക്തതയോടെ ഇടപെടുകയാ. അതെ, ഒരു ഡാമിന്റെ ചീപ്പ് തുറക്കുമ്പോൾ വെള്ളം എങ്ങനെ കുതിച്ചു പായുമോ അതുപോലെ നിങ്ങളുടെ ഭൗതികവും ആത്മീകവുമായ നന്മകൾ, നിങ്ങളിലേക്ക് എത്തിച്ചേരേണ്ട നന്മകൾ തമ്പുരാൻ വളരെ വ്യക്തതയോടെ ഇടപെടുന്നു. അത് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്ന സമയം അതിവിദൂരമല്ലെന്ന്. ഹല്ലേലൂയ. എൻ്റെ യേശുവിൻ്റെ നാമം മഹത്വമുള്ള നാമം. ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് ഇതിനകത്തുള്ള ചില ജീവിതങ്ങളെ നോക്കിക്കൊണ്ട് പറയും പോകുക. പരിശുദ്ധാത്മാവിൻ്റെ വലിയ ആഴത്തിലുള്ള ഇടപെടലുകൾ നടത്തപ്പെടുവാൻ തക്കവണ്ണം ഒരുങ്ങുവാൻ ദൈവാത്മാവ് വെളിപ്പെടുത്തുന്നു. പരിശുദ്ധാത്മാവിന്റെ ആഴത്തിലെ ഇടപെടലുകൾ എന്നോടൊന്ന് നടക്കട്ടെ, എന്നോടൊന്ന് ഇടപെടണമേ എന്ന് ആഴത്തിൽ നിങ്ങൾ ഒരുങ്ങി പ്രാർത്ഥിക്കുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ചില ശബ്ദങ്ങൾ, ചില വാക്കുകൾ ഞാൻ നിന്റെ കർണപടങ്ങളിൽ കേൾപ്പിക്കാം, ചില കാഴ്ചകൾ ഞാൻ സ്ക്രീനിൽ എന്ന പോലെ നിന്റെ മുമ്പിൽ കാണിക്കുമെന്ന് പരിശുദ്ധാത്മാവ് രാത്രികാലം വ്യക്തതയോടെ ഇടപെടുകയാ. യേശുവിന്റെ നാമത്തിൽ ചില കൂടാരങ്ങൾ പൊളിക്കുന്ന അവസ്ഥ തമ്പുരാൻ കാണിക്കുന്നുണ്ട്. അഭിരാമി എന്ന ഡിവൈസിൽ ഇരിക്കുന്ന സഹോദരിയെ നോക്കിക്കൊണ്ട് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാലം വ്യക്തതയോടെ ഇടപെടുന്നു. കൂടാരത്തെ പൊളിച്ച് പുറത്തു കൊണ്ടുവരുവാൻ തമ്പുരാന് പദ്ധതിയുണ്ട്. ആഭിചാരം, മന്ത്രവാദം, ഇവയിൽ നിന്നുമുള്ളൊരു മോചനത്തോടുകൂടെ, അഭിഷേകത്തിന്റെ നിറവോടുകൂടെ പുറത്തേക്ക് കൊണ്ടുവരുവാൻ പ്രിയ ബീനാനി ഓർത്ത് പ്രാർത്ഥിച്ചോ. നിങ്ങളെ യാത്രകൾക്കും നിങ്ങളെ ശുശ്രൂഷയ്ക്കും ഒരു പിന്നിൽ നിന്നുള്ള ഒരു കൈത്താങ്ങായി തമ്പുരാൻ എടുത്ത് ഉപയോഗിക്കാൻ പോകുന്ന ദൈവത്തിന്റെ പദ്ധതി വെളിപ്പെടുന്ന ഒരു കുടുംബമെന്ന് ദൈവാത്മാവ് വിരൽ ചൂണ്ടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. റഖാന റബന അഡനാ റിഖാന റബന ഹദുനി പ്രൗഢമനഗസ്യ. ഇതേ പത്രോസ്, ഞാൻ വിഷയത്തിലേക്ക് വരട്ടെ. ഇതേ പത്രോസ് ഈ നിറവ് കണ്ടപ്പോൾ കർത്താവിൻ്റെ പിറകെ കൂടിയതാ. പിന്നീട് തിരിച്ചു പോകാനൊന്നും നോക്കിയിട്ടില്ല. പല ഒരു സമയത്ത് ചോദിച്ചു, ഞങ്ങളെല്ലാം വിട്ടു വന്നതല്ലേ, എന്തോ കിട്ടും? ഇന്ന് പലരും ചോദിക്കുന്നൊരു വിഷയമാണ്, പെന്തക്കോസ്തിൽ വന്നാൽ എന്തോ കിട്ടും. എന്നോട് ചോദിച്ചിട്ടുണ്ട്, നല്ല ജോലിയും മാസത്തിലുള്ള ഒരു തുകയും
ഉള്ള കടഭാരവും തീർത്ത് കിട്ടിയല്ലേ? ഞാൻ ചോദിച്ചു, എങ്ങനെ കിട്ടി? ഈ ബെന്തിക്കോസ്തിൽ പോയത് കൊണ്ട് നിനക്ക് കിട്ടിയല്ലോ. ഞാൻ പറഞ്ഞു, കിട്ടിയിട്ടില്ല, ഇതുവരെയും കിട്ടിയിട്ടില്ല. കൃപയാൽ ഇന്ന് പകൽക്കാലം ഞാൻ പറയുന്നു, ഇന്ന് രാത്രികാലം പറയുന്നു, ഇതുവരെയും ആരുടെ കയ്യിൽ നിന്നോ അങ്ങനെ ഒരു നന്മ തമ്പുരാൻ ഒഴുക്കി തന്നിട്ടില്ല. പക്ഷേ ജീവിതത്തിന് ആവശ്യമുള്ള ഘട്ടങ്ങളിലെല്ലാം തമ്പുരാൻ ചില പദ്ധതികളെ ഒരുക്കി തന്നുകൊണ്ട് ആരും എന്നെ സഹായിച്ചു എന്ന മേലാട എടുക്കാതെ വണ്ണം ദൈവം എന്നെ കരുതി എന്ന് ഉറപ്പോടെ പറയുവാൻ തക്കവണ്ണം കരുതലിന്റെ കരം നീട്ടിക്കൊണ്ട് ഇന്ന് രാത്രികാലവും ഞങ്ങളെ കുടുംബമായി നിർത്തിയെങ്കിൽ, ഇന്ന് രാത്രികാലം വ്യസനത്തിലൂടെ സങ്കടത്തോടെ ആരെങ്കിലും എന്നെ കേൾക്കുന്നുവെങ്കിൽ അവരോടായി വിളിച്ചു പറയുന്നു, നിങ്ങൾക്ക് വേണ്ടി കരുതുന്ന ഒരു കർത്താവുണ്ട്, നമുക്ക് വേണ്ടി ബലപ്പെടുത്തുന്ന ഒരു കർത്താവിന്റെ കരമുണ്ട്. പിന്നിൽ നിന്നും കരം വെച്ച് താങ്ങുന്ന ആ ബലമുള്ള കരത്തിൽ ഞാനും നിങ്ങളും ആശ്രയിക്കാൻ തയ്യാറാകുന്നുവെങ്കിൽ ഒരു കാര്യം ഉറപ്പാ, നോക്കി നിൽക്കുന്നവരുടെ മുൻപാകെ പരിഹാസ്യ വിഷയമാക്കി എന്നെ നിങ്ങളെ നിർത്താൻ ഈ അപ്പൻ സമ്മതിക്കില്ല കേട്ടോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. റഖന റബന ഹസ്തന പ്രൗഢമനഗസ്യ. സിനിമോൾ എന്ന ഡിവൈസിലിരിക്കുന്ന സഹോദരിയെ പരിശുദ്ധാത്മാവിൽ ജാഗരിച്ചു തുടങ്ങിക്കൊള്ളാൻ ദൈവാത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. വൈഡമാനഗസ്യരാരകരധ്വനി പ്രൗഢമനക വൈഡനാരുഢാനരബന ഹസ്തന പ്രൗഢമനഗസ്യ. ഇപ്പോഴിരിക്കുന്ന കൃപ പോരാ, ഇപ്പോഴെൻ്റെ മേലുള്ള അഭിഷേകം പോരാ, എനിക്കൊരു പുതിയ കൃപ വേണം, എനിക്കൊരു പുത്തൻ അഭിഷേകം വേണം. അതേ, പുതിയ മേടുകൾ ചാടിക്കയറുവാൻ, പുതിയ മേടുകൾ ഓടിക്കയറുവാൻ ഒരു പുത്തൻ അഭിഷേകം എൻ്റെ മേൽ വ്യാപരിപ്പിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ വളരെ ശക്തമായ ഇടപെടലുകൾ വ്യക്തിപരമായി നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നുവെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാലം വ്യക്തതയോടെ ഇടപെടുന്നു. ഹല്ലേലൂയ. ഇതേ പത്രോസ് തന്നെയാണ് ഒരിക്കൽ ഈ കർത്താവിന് ഉപദേശിക്കാനും നിന്നത്. ഈ കർത്താവിനെ ഉപദേശിക്കാൻ കർത്താവിൻ്റെ കൂടെ കൂടിയപ്പോൾ പത്രോസ് തന്നെ പറഞ്ഞു, അല്ല, പാടില്ല കർത്താവേ, അത് ചെയ്യാൻ പാടില്ല, നീ അങ്ങനെ ചെയ്യാൻ നിൽക്കാൻ പാടില്ല എന്നിങ്ങനെയുള്ള ഉപദേശം വയ്ക്കുവാൻ തക്കവണ്ണം പത്രോസ് ഒരുങ്ങിയപ്പോൾ അപ്പം തന്നെ കർത്താവിൻ്റെ ഒരു ശാസനയും ഉണ്ടായി. അപ്പോൾ ഒരു കാര്യം നിശ്ചയമാണ്, നമ്മെ വിളിച്ചവൻ്റെ ഒപ്പം നടക്കാൻ വിളിച്ചവൻ്റെ പിറകിലെ നടക്കാവൂ. ആ നടക്കാൻ ഞാനും നിങ്ങളും തയ്യാറാകുന്നുവെങ്കിൽ ഇന്ന് രാത്രികാലം പറയട്ടെ, കർത്താവിൻ്റെ എല്ലാ പദ്ധതികളിലും എല്ലാ ശുശ്രൂഷകളിലും ഒപ്പത്തിനൊപ്പം നിർത്തുവാൻ തക്കവണ്ണം കർത്താവ് പത്രോസിനെ ഒരുക്കി എടുത്തുവെങ്കിൽ ഇന്ന് രാത്രികാലം ചില വേദനകളിലൂടെ സങ്കടത്തിലൂടെ കടന്നു പോകുന്ന ജീവിതമേ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. ഇന്ന് നീ കടന്നു പോകുന്ന വേദനകൾ, ഇന്ന് നീ അനുഭവിക്കുന്ന സങ്കടങ്ങൾ, ഇന്ന് നീ അനുഭവിക്കുന്ന ഞെരുക്കങ്ങൾ നാളെയുടെ വിജയങ്ങളാണ്. നാളെയുടെ അഭിഷേകത്തിന്റെ നിറവോടെ നിൽപ്പാൻ തക്കവണ്ണമുള്ള നിന്റെ ഓരോ കാൽച്ചുവടും തമ്പുരാൻ ഇന്ന് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് പരിശുദ്ധാത്മാവ് വളരെ വ്യക്തതയോടെ ഇടപെടുകയാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഞാൻ വായിച്ച വാക്യത്തിലേക്ക് തിരിച്ചു വരട്ടെ. പരിശുദ്ധാത്മാവിനാൽ പത്രോസ് അവിടെ പറഞ്ഞത്, ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു. എന്തിനാ കാരണം? ഇതുവരെ ഞാൻ സാഹചര്യങ്ങളെ പേടിച്ചിരിക്കുമായിരുന്നു. ഇനി എനിക്ക് മുന്നോട്ട് പോകണമെങ്കിൽ, എൻ്റെ ഭാവിക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഞാൻ വിട്ടുകളഞ്ഞത് വലയും പടകും തിരികെ നോക്കാൻ പത്രോസ് ഒരുങ്ങുമ്പോൾ ആ പത്രോസിൻ്റെ ആ ചിന്തക്കനുസരിച്ച് കൂടെയുള്ളവർ എഴുന്നേൽക്കാൻ തയ്യാറാകുന്നു. പിന്മാറ്റത്തിലേക്ക് പോകാനല്ല കർത്താവ് എന്നെ നിങ്ങളെ വിളിച്ചവൻ വിശ്വസ്തനാകയാൽ അവന്റെ മുഖത്തേക്ക് നോക്കിയവർ അവരുടെ മുഖം പ്രകാശിതമായെന്ന് വചനത്തിൽ എഴുതിയെങ്കിൽ ഇന്ന് ഒരു കാര്യം നിശ്ചയമാ, താൽക്കാലികമായാണെങ്കിലും പത്രോസ് തന്റെ പടകും വലയും തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെയും സ്നേഹത്തോടെ കടന്നു വന്ന് അവന് വേണ്ടിയ പ്രാതൽ ഒരുക്കി വെച്ച്, അവന് വേണ്ടിയ ബ്രേക്ക്ഫാസ്റ്റ് ഒരുക്കി വെച്ച്, അവന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു കർത്താവിനെ ഈ വാക്യത്തിന്റെ അടിയിൽ പരിശുദ്ധാത്മാവ് എഴുതി വെച്ചുവെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, ഞാനും നിങ്ങളും തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ പിന്മാറ്റത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ 2025 ആണ്ടിൽ ഞാനും നിങ്ങളും നടക്കേണ്ട വഴിയിൽ നടക്കാതെ വണ്ണോ ഞാനും നിങ്ങളും പിന്നിലേക്ക് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് വളരെ വ്യക്തതയോടെ ഇടപെടുന്നു. മടങ്ങി വരവനുള്ള
വരവിനുള്ള വർഷമാ, മടങ്ങി വരവിനുള്ള വർഷമാ. പിതാവേ, ഹോ ലഖബന ശന്ധന അടനാർ ഘാനരബന ഹതുനി പ്രൗഢവനഗസ്യ ഇൻഗ്രേസ് എന്ന മിനിസ്ട്രിയെ പരിശുദ്ധാത്മാവ് 2026 ആണ്ടിൽ നിങ്ങളെക്കുറിച്ച് ഇങ്ങനെ പറയുന്നു: നഷ്ടപ്പെട്ടു പോയതിനെ, ചിതറിപ്പോയതിനെ, ചിന്നിപ്പോയതിനെ ചേർത്ത് പിടിക്കുന്ന, അതേ ചേർത്ത് പിടിക്കുന്ന ഒരു വർഷമാണ് 2026 ആണ്ടെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാലം വളരെ വ്യക്തതയോടെ ഇടപെടുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രികാലം ദൈവാത്മാവിനാൽ ഞാൻ വെളിപ്പെടുത്തുന്നു, ജീവിതത്തിൻ്റെ കഷ്ടതകളെ നോക്കി പരിഭ്രമിച്ച് നിൽക്കാനല്ല. പത്രോസ് വെള്ളത്തിൽ നടക്കുന്ന നേരത്തെ പത്രോസിനെ പോലെ ബാക്കി 11 പേർക്കും അവിടെ കയ്യിൽ കുട്ടയിൽ അപ്പമുണ്ടായിരുന്നു. ഈ മലമുലയിൽ കഴിഞ്ഞ ദിവസം 5000 പുരുഷന്മാരെയും ബാക്കി സ്ത്രീകളെയും പോഷിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം 12 കുട്ട അപ്പമാ തമ്പുരാൻ നിറച്ചടിപ്പിച്ചത്. ആളൊന്നൊക്കെ ഒരു കൊട്ട വെച്ച് ശിഷ്യന്മാരുടെ കയ്യിൽ കൊടുത്തു. ഒരു കഷ്ണം പോലും വെറുതെ ആക്കരുതെന്ന് പറഞ്ഞ് ഈ 12 കഷ്ണം അപ്പം, 12 കുട്ട അപ്പം 12 ആളുകളുടെ കയ്യിൽ കൊടുത്ത് ഈ പടകിൽ വെച്ച് ഈ കാറ്റും കോളും അടിക്കുമ്പോൾ വെള്ളത്തിന്മേൽ നടന്നു വന്ന ആ തമ്പുരാനെ നോക്കിക്കൊണ്ട് ഈ പടകിനെ നോക്കിയില്ല, തൻ്റെ കൂടെ നിൽക്കുന്ന 11 പേരെ നോക്കിയില്ല, അവരുടെ കയ്യിലുള്ള അപ്പക്കൊട്ടയെ നോക്കിയില്ല, എൻ്റെ കയ്യിൽ തന്ന അപ്പക്കൊട്ടയെ നോക്കിയില്ല. ജീവന്റെ ദാതാവായ ആ ക്രിസ്തുവിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പരിശുദ്ധാത്മാവിനാൽ ആ മനുഷ്യൻ വിളിച്ചു പറഞ്ഞു: കർത്താവേ, ഇത് നീയാണെങ്കിൽ ഞാനും ഈ വെള്ളത്തിന്മേൽ നടക്കാൻ എന്നോട് കൽപ്പിക്കണോ. ഇന്ന് രാത്രികാലം കർത്താവിന് ശേഷം മനുഷ്യനായി പിറന്ന് മനുഷ്യനായി ജീവിച്ച ഒരു മനുഷ്യൻ കടലിൽ മേൽ നടന്നതുണ്ടെങ്കിൽ അത് ഈ പത്രോസ. എരിവുള്ളവനാ തമ്പുരാൻ എടുത്ത് ഉപയോഗിക്കാൻ പോകുന്നേ. എരിവുള്ളവളെയാ കർത്താവ് അതിശക്തമായി എടുത്ത് ഉപയോഗിക്കാൻ പോകുന്നേ. ഈ രാത്രികാലം സാലി ഡാനിയേൽ എന്ന് പറയുന്ന ഡിവൈസിലിരിക്കുന്ന സഹോദരി പരിശുദ്ധാത്മാവ് പറയുന്നു: ഇടിവിൽ നിന്ന് പ്രാർത്ഥിപ്പാൻ, ഇടിവിൽ നിന്ന് പോരാടുവാൻ പരിശുദ്ധാത്മാവിന് നിങ്ങളെക്കുറിച്ചൊരു പദ്ധതിയുണ്ടെന്ന്. ആലോചനകളെ പറഞ്ഞു കൊടുപ്പാൻ, ദൈവത്തിന്റെ പദ്ധതിയെ തെളിയിച്ചു കൊടുക്കുവാൻ കർത്താവിനൊരു പദ്ധതിയുണ്ടെന്ന് ഇന്ന് രാത്രികാലം ആത്മാവ് ദൂത് കൈമാറുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ രാത്രികാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ. ഈ കർത്താവിനോട് കൂടെ നടന്നവൻ അവസാനം കർത്താവിനെ 3 പ്രാവശ്യം തള്ളിപ്പറയുക വരെ ചെയ്തു. പക്ഷേ ആ തള്ളിപ്പറച്ചിലും ഒരു മാനസാന്തരത്തോടു കൂടെ കടന്നു വന്നവനാ പത്രോസ്. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വീഴ്ചകൾ പറ്റാത്തവരാരുമില്ല പ്രിയരെ. നമുക്ക് വീഴ്ചകൾ പറ്റാത്തവരാരുമില്ല. എന്നാൽ വീഴ്ചയുടെ ആഴം മനസ്സിലാക്കി, എന്തിലാണ് ഞാനും നിങ്ങളും വീണുപോയതെന്ന് മനസ്സിലാക്കി തിരികെ വരുവാൻ തക്കവണ്ണോ ഒരു മനസ്സുണ്ടോ? തിരികെ വരാൻ, ആ തമ്പുരാന്റെ മുഖത്തേക്ക് നോക്കുവാൻ എനിക്ക് നിങ്ങൾക്കും മനസ്സുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് പറയുന്നു, എന്നെ നിങ്ങളെയും ചേർത്ത് നിർത്തുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. ഞാനും നിങ്ങളോ മടങ്ങി വരവിന്റെ 2026 ആണ്ട് എന്നുള്ളത് ക്രിസ്തുവിലേക്ക് മടങ്ങി വരവിന്റെ ഒരു വർഷമായി തീരട്ടെ. നിങ്ങളൊന്ന് ഓർത്തു നോക്കിക്കേ. രക്ഷിക്കപ്പെട്ട നാളുകൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, സ്നാനപ്പെട്ട നാളുകൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. ആ ദിനങ്ങളിൽ ഞാനും നിങ്ങളും അനുഭവിച്ച ആത്മസന്തോഷം, ആ ദിനങ്ങളിൽ ഞാനും നിങ്ങളും കടന്നുപോയ ആത്മീക ബലം, ആ ബലം ഇന്നുണ്ടോ? ആ ശക്തി ഇന്നുണ്ടോ? എവിടെയെങ്കിലും കുറവ് വന്നിട്ടുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ ഏറ്റുപറയാൻ തയ്യാറാകുന്നുവെങ്കിൽ, ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരാൻ തയ്യാറാകുന്നുവെങ്കിൽ ഇന്ന് രാത്രികാലം പറയട്ടെ, എന്നെ നിങ്ങളെയും കാത്തുകൊണ്ട് കനലിൽ മേൽ ചുട്ട അപ്പോ അടയും മീനും വെച്ചുകൊണ്ട് എന്നെ നിങ്ങളെയും കാത്തിരിക്കുന്ന ഒരു കർത്താവിന്റെ സാന്നിധ്യം ഞാനും നിങ്ങളും അനുഭവിച്ചറിയുവാൻ തമ്പുരാൻ ഇടവരുത്തുക തന്നെ ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. വഴിതെറ്റി പോയവനെയല്ല,
മടങ്ങി വരാൻ മനസ്സുണ്ടോ? മടങ്ങി വരാൻ മനസ്സുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രികാലം പറയട്ടെ, ആ പരിശുദ്ധാത്മാവിനാൽ ഇന്ന് രാത്രികാലം കർത്താവ് ഇടപെടുന്നു. അങ്ങനെ കർത്താവ് ആണെന്ന് മനസ്സിലാക്കിയപ്പോൾ കയ്യിലെ തോർത്തും കൊണ്ട് വരയിൽ ചുറ്റി കടലിൽ ചാടിയവന് 153 മീനെ വലിച്ചുള്ള വല കയറ്റാൻ ഉപയോഗിച്ചതും ഈ പത്രോസിനെ കേട്ടോ. ഈ പത്രോസിനെ കൊണ്ട് 153 വലിയ മീനുകൾ നിറഞ്ഞ ആ വലയെ വലിച്ചു കയറ്റാൻ തമ്പുരാന്റെ നിയോഗം വന്നതും എടുത്തു ചാടി പുറപ്പെട്ട പത്രോസിന് മേലെയാ ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് പറയുന്നു, നീ മടങ്ങി വരാൻ തയ്യാറായാൽ, നീ ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ ഈ 2026 ആണ്ട് നിന്റെ വലയ്ക്കകത്ത് വലിയ മീനുകൾ, വലിയ നന്മകൾ തമ്പുരാൻ നിറച്ചുകൊണ്ട് നിന്നെ കൊണ്ട് ചുമ്മിക്കൊണ്ട് കാരയ്ക്ക് കയറ്റുവാൻ തക്കവണ്ണം ഒരധിക ബലം, ഒരധിക കൃപ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ രാത്രികാലം ഇതിനകത്തിരിക്കുന്ന ഓരോരുത്തരോടും ദൂത് കൈമാറുകയാണ്. ഹല്ലേലൂയ. ബിജോയ് പാസ്റ്ററെ, പരിശുദ്ധാത്മാവ് പറയുന്നു, ആ ദേശത്ത് ദൈവദാസന്മാരുടെ സംഘടനയിൽ ഒരു അഗ്നികഷണമാക്കി തമ്പുരാൻ നിങ്ങളെ എടുത്ത് ഉപയോഗിക്കാൻ പോവുകയാണ്. ഹോ ലഖേബന ശന്ധന അർത്ഥന പ്രൗഢമനഗസ്യ വൈഡനാരി ഖാനരബന ഹധുനി പ്രൗഢമനഗസ്യ. യെസ്, യേശുവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാവ് അത് വളരെ വ്യക്തതയോടെ ഇന്ന് ഈ മീറ്റിംഗ് തുടങ്ങുന്നതിന് മുന്നമേ എന്നോട് ഇടപെട്ട വിഷയമാണ്. അറിയിച്ച ദൂതുകൾ പറഞ്ഞില്ലെങ്കിൽ അടുത്ത ദൂത് എനിക്ക് കിട്ടത്തില്ല. ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവിനാൽ ഞാൻ ദൈവദാസന് ദൂത് കൈമാറുന്നു. ആയിരിക്കുന്ന മണ്ഡലത്തിൽ നിങ്ങളുടെ ചുറ്റുപാടും പരിശുദ്ധാത്മാവ് എന്നെ കാണിക്കുന്നത് വാളുകളും കുന്തങ്ങളുമുള്ള ഒരു ചീറുന്ന അലറുന്ന യോദ്ധാക്കൾ നിങ്ങൾക്ക് ചുറ്റിലുമുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവ് പറയുന്നു, അങ്ങനെ ചീറുന്നതും വായ്പിളർന്നതുമായ ഒരു കൂട്ടം നിൽക്കുമ്പോൾ അവരുടെ മധ്യേ മേശയൊരുക്കി മാനിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തിയുണ്ടെന്നും ആ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ ആ ദേശത്ത് നിങ്ങളെ മാനിച്ചുകൊണ്ട് തമ്പുരാൻ വെളിപ്പെടുത്താൻ പോകുന്നുവെന്നും പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാലം ദൂത് കൈമാറുന്നു. സഹോദര, എനിക്ക് അനുവദിച്ച സമയം ഇവിടെ അവസാനിച്ചുവെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വിനാന്റെ ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. അതെ, കഴിഞ്ഞ സമയം കഴിഞ്ഞെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കുഴപ്പമില്ല. എത്ര മിനിറ്റ്? മിനിറ്റ്സ് എന്ന് മാത്രമേ ഞാൻ കേൾക്കുന്നുള്ളൂ. മിനിറ്റ്സിന് മുമ്പിലുള്ള അക്കം കേൾക്കുന്നില്ല. ആത്മാവിന്റെ നിയോഗം വരെ ചെയ്തു, കുഴപ്പമില്ല. സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈ ഒരു പാസ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ മിനിറ്റ്സ് കേട്ടില്ല എന്ന് പറഞ്ഞു. അല്ലാട്ടോ, ഞാൻ മിനിറ്റ്സ് മാത്രമേ കേട്ടുള്ളൂ, അക്കം കേട്ടിട്ടുണ്ടായിരുന്നില്ല. സ്തോത്രം. ഇന്ന് രാത്രി കാലം എപ്പോഴും അതെ, ഈ മീറ്റിംഗ് സൈക്കിളിൽ കയറി കഴിഞ്ഞ് സൈക്കിളിൽ നിന്ന് ഇറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് എൻ്റെ കുഴപ്പമല്ല, നിങ്ങളുടെ കുഴപ്പമാണ്. കാരണം നിങ്ങൾ ആത്മദാഹത്തോടെ ഇരിക്കുമ്പോൾ എനിക്കെങ്ങനെയാണ് സൈക്കിളിൽ നിന്ന് തമ്പുരാൻ ഇറങ്ങാൻ സമ്മതിക്കുക? ഹല്ലേലൂയ. ഇന്ന് രാത്രി കാലം പറയട്ടെ, അങ്ങനെ വള്ളവും പടവും നോക്കിക്കൊണ്ട് പത്രോസ് യാത്ര തിരിച്ചു. ഒടുക്കം ആ മനുഷ്യൻ്റെ അവസാനം എങ്ങനെയായിരുന്നു? കർത്താവിനെ പോലെ ക്രൂശിക്കപ്പെടാൻ നിയോഗിക്കപ്പെട്ടപ്പോൾ ഞാൻ ആ കർത്താവിനെ പോലെ ക്രൂശീകരിക്കപ്പെടുവാനല്ല, തലകീഴായി ക്രൂശിക്കപ്പെടണം എന്ന ആഗ്രഹവുമായി തലകീഴായി ക്രൂശിക്കപ്പെട്ട ആ മനുഷ്യനെ കുറിച്ച് വേദപുസ്തകത്തിൽ എഴുതുവാൻ ഇടവന്നുവെങ്കിൽ ഞാൻ കഴിഞ്ഞ ദിവസത്തെ ശുശ്രൂഷയിലും ഈ ഒരു വിഷയം പ്രതിപാദിച്ചു. ഇന്ന് രാത്രികാലം ഞാൻ ആ വിഷയം ഇവിടെ പറയുന്നു. ഒരു മുക്കുവനായി ജനിച്ചു, എഴുത്തും വായനയും അറിയാത്തവനായി ജനിച്ചു. എന്നാൽ ഇന്ന് രാത്രികാലം ഞാൻ കർത്താവിനാൽ വിളിച്ചു പറയട്ടെ, ഈ മുക്കുവനായി ജനിച്ചവൻ, എഴുത്തും വായനയും അറിയാത്തവൻ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ സംസ്കാരം എന്തെന്നറിയാത്തവൻ, കറുത്ത പുസ്തകത്തിനകത്ത് 2 വേദവാക്യങ്ങൾ ലേഖനങ്ങൾ എഴുതിക്കൊണ്ട് ദൈവാത്മാവ് ഈ മനുഷ്യനെ ഇത്രയേറെ മഹത്വീകരിപ്പാൻ തക്കവണ്ണം എന്തുവാ കാരണമെന്ന് ചോദിച്ചാൽ 2 കാരണമേ ഉണ്ടായുള്ളൂ. അത് ഒന്ന്, എൻ്റെ കർത്താവിന് വേണ്ടി ഞാൻ എന്തും ചെയ്യാൻ തയ്യാറെന്ന് പറഞ്ഞുകൊണ്ട് ചാടിയിറങ്ങാൻ പുറപ്പെടാൻ ആ മനുഷ്യൻ കാണിച്ച ഒരുക്കം. 2, എന്നിൽ തെറ്റ് വന്നപ്പോൾ ആ തെറ്റിനെ അനുദപിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ കണ്ണുനീരോടുകൂടെ മടങ്ങി വരാൻ ആ മനുഷ്യൻ കാണിച്ച അനുതാപ ഹൃദയം ഇന്ന് പകൽക്കാലം ഈ ജീവിതത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതും
ഈ അനുതാപത്തിന്റെ ഹൃദയമാ. കാരണമെന്തെന്ന് ചോദിച്ചാൽ പല കാര്യങ്ങൾ വരുമ്പോഴും ഞാനും നിങ്ങളുമായി കൊള്ളട്ടെ, നാം നമ്മെ തന്നെ ന്യായീകരിക്കുന്ന അവസ്ഥയാ. കുറ്റം ഞാൻ ചെയ്തിട്ടില്ല, ആ കുറവ് എൻ്റെതല്ല, അതിനുള്ള മറ്റു വഴികളെ കുറിച്ച് ഞാനും നിങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വാസ്തവം എന്തെന്ന് എനിക്കും തമ്പുരാനും വളരെ വ്യക്തതയോടെ അറിയാം. ആയതിനാൽ ഇന്ന് രാത്രികാലം ദൈവാത്മാവ് വളരെ വ്യക്തതയോടെ ഇടപെടുന്നു. നമ്മളിൽ വന്ന കുറവുകളുണ്ടെങ്കിൽ, ആ കുറവുകളെ തമ്പുരാൻ കാണിച്ചിട്ടുണ്ടെങ്കിൽ, ആ കുറവുകളെ ദൈവസന്നിധിയിൽ ഞാനും നിങ്ങളും ഏറ്റു പറയാൻ തയ്യാറാകുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവിനാൽ ഇന്ന് രാത്രികാലം ആത്മാവ് സഭയോട് ദൂത് കൈമാറുന്നു. നിങ്ങളുടെ വലയിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത, നിങ്ങൾ മനസ്സിൽ ചിന്തിക്കാത്ത അത്രയും വലിയൊരു നന്മ നിങ്ങളുടെ വലയിൽ വന്നു കുടുങ്ങി നിങ്ങളെ കൊണ്ട് തന്നെ എടുത്തു കൊണ്ടുവരുവാൻ തക്കവണ്ണം ചുമ്മിക്കൊണ്ട് കരയിൽ കയറ്റുവാൻ അതിനുള്ള നിയോഗം പ്രാപിച്ചവരാക്കി നിങ്ങളെ മാറ്റുന്ന തരത്തിൽ തമ്പുരാൻ കരയ്ക്ക് കാത്തു നിൽക്കുന്ന യേശു കർത്താവിന്റെ സാന്നിധ്യം തന്റെ ശിഷ്യന്മാർക്ക് വെളിപ്പെട്ടുവെങ്കിൽ ഈ രാത്രികാലം പരിശുദ്ധാത്മാവ് പറയുന്നു, ദൂതൻ പറയുന്നു, ആത്മാവ് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മടങ്ങി വരുവനായി കാത്തുകൊണ്ടിരിക്കുകയാണെന്ന് ഇന്ന് രാത്രികാലം സഭയെ ദൈവാത്മാവ് ഓർമ്മിപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രികാലം ഒരു കാര്യം ഉറപ്പാ, ആർ ഞങ്ങൾക്ക് വേണ്ടി കല്ലുരുട്ടി മാറ്റുമെന്ന് ചിന്തിക്കുന്നവർ ഇതിനകത്തുണ്ടോ? നിങ്ങൾ ചെല്ലുന്നതിന് മുന്നമേ ആ കല്ല് ഉരുട്ടി മാറ്റപ്പെട്ടിരിക്കും. ആ കല്ല് ഉരുട്ടി മാറ്റപ്പെട്ടിരിക്കും. ഇതെന്റെ ജീവിതാനുഭവമാ. ഈ ക്രിസ്തുവിനോട് ചേർന്ന് നിന്നത് കൊണ്ടുള്ള എൻ്റെ അനുഭവമാ. ഈ ക്രിസ്തുവിനോട് മടങ്ങി വന്നത് കൊണ്ടുള്ള എൻ്റെ അനുഭവമാ. ആ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഇന്ന് രാത്രികാലം പറയുന്നു, ജൂലി വർഗീസ് എന്ന ഡിവൈസിലിരിക്കുന്ന സഹോദരി, പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു, നിന്റെ മുമ്പിൽ ആർ നിനക്ക് വേണ്ടി കല്ലുരുട്ടി മാറ്റും, ആർ എനിക്ക് വേണ്ടി സംസാരിക്കും, ആർ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. ചിന്തകളുണ്ടോ? എന്നാൽ ഇന്ന് രാത്രികാലം ആത്മാവ് പറയുന്നു, നീ അതിന് മുമ്പിൽ എത്തുന്നതിന് മുന്നമേ നിന്റെ മുമ്പിൽ തടസ്സമായിരിക്കുന്ന ആ കല്ലിനെ ഉരുട്ടി മാറ്റുവാൻ സ്വർഗത്തിലെ ദൂതന്മാരയക്കുന്ന ഒരു കർത്താവുണ്ടെന്ന് ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് ദൂത് കൈമാറുമ്പോൾ ഏറ്റെടുത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാമോ? അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രികാലം ആത്മാവ് പറയുന്നു, 2026 6 മാസം കഴിയുന്നതിന് മുന്നമേ നിന്റെ ജീവിതത്തിൽ വലിയൊരു വിടുതൽ അനുഭവിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഇന്ന് രാത്രികാലം അവസാനമായ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് പറയുന്നു, കാലാവസ്ഥകളെ നോക്കിക്കൊണ്ട്, ചുറ്റുപാടുകളിലെ വിഷമതകളെ കൊണ്ട് നവോമിയും കുടുംബവും ദേശം വിട്ടുപോയപ്പോൾ വിശ്വാസത്തോടുകൂടി ആ ദേശത്ത് ഒരുവൻ മനസ്സ് ഉറപ്പിച്ച് കാത്തുനിന്നു കേട്ടോ. അവൻ്റെ പേരാണ് ബോവാസ്. നയോമി നഷ്ടപ്പെട്ടു. നയോമി ആ ദേശം വിട്ടു. അവൾ കുഞ്ഞുങ്ങളെയും ഭർത്താവിനെയും കൊണ്ട് ഓടിപ്പോയി. എന്തുകൊണ്ടാണ് ഓടിപ്പോയത്? തൻ്റെ കുടുംബം പട്ടിണി കിടക്കരുത് എന്നുള്ള ആഗ്രഹത്തോടുകൂടി. ബോവാസ് എന്തുകൊണ്ടാ അവിടെ തങ്ങി നിന്നത്? ഇന്നല്ലെങ്കിൽ നാളെ എനിക്കൊരു കൊയ്ത്തിന്റെ അനുഭവം വീണ്ടും എൻ്റെ കർത്താവ് തരും. ആ ഉറപ്പ് ബോവാസിന്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. നവോമി പോയി തിരികെ വരുമ്പോൾ നവോമിയുടെ 2 പൈതങ്ങളുടെ ശവസംസ്കാരം അവിടെ നടക്കുമ്പോൾ ഇവിടെ ബോവാസ് ഒഴിഞ്ഞ വയലിന് പകരം നിറഞ്ഞ വയലിൽ കൊയ്ത്ത് നടത്തുന്ന അവസ്ഥയിലേക്ക് ബോവാസിന്റെ ജീവിതത്തെ തമ്പുരാൻ മാറ്റിയെങ്കിൽ ഇന്ന് രാത്രികാലം ഞാൻ പറയട്ടെ, നമ്മുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് പ്രതികൂലങ്ങളെ പേടിച്ച് ഓടിപ്പോകാനല്ല, പ്രാർത്ഥനയോടെ ഉപവാസത്തോടെ ദൈവസന്നിധിയിൽ മുഴങ്കാലും അടക്കി പ്രത്യാശയോടെ ഇരിക്കുന്നുവെങ്കിൽ സൂസൻ ബിജു ഇന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ സൗദി അറേബ്യയിൽ നിന്നാ നിങ്ങളുടെ KSA കണ്ട കാരണം പറഞ്ഞതാ. അങ്ങനെയാണെങ്കിൽ ദൈവാത്മാവ് പറയുന്നു, ആ ഇരിക്കുന്ന ദേശത്ത് നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന വിഷയത്തിന്റെ മേൽ ദൈവത്തിന്റെ വിടുതൽ കണ്ടുകൊണ്ട് ഇതേ ഓടിപ്പോയ നവോമി പിന്നീട് വിളിച്ചു പറഞ്ഞു, യഹോവ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നുവെന്നുള്ള ആ ജീവന്റെ സാക്ഷ്യം ദൈവസന്നിധിയിൽ ദൈവമക്കളുടെ മുൻപാകെ നിങ്ങൾ വിളിച്ചു പറയുമെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാലം ദൂത് കൈമാറുകയാ.
ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഇങ്ങനെ ഒരു അവസരം നൽകി തന്ന ഈ ദൈവദാസിയോട്, മിനിസ്ട്രിയോട് ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ നന്ദി അറിയിച്ചു കൊള്ളുന്നു. കർത്താവ് നമ്മെ ഓരോരുത്തരെയും ബലപ്പെടുത്തട്ടെ. 2026 ആണ്ട് ഞാൻ വീണ്ടും പറയുന്നു, ഈ സഭയ്ക്ക് ഒരു തിരിച്ചു വരവാ. ഈ സഭയിൽ നിന്ന് ചിതറിപ്പോയതിനെ, ചിഹ്നിച്ചു പോയി കൊണ്ടുപോയതിനെ തിരികെ കൊണ്ടുവന്ന, സഭ നിറയ്ക്കുന്ന, അതെ ബലപ്പെടുത്തുന്ന ഒരു ദൈവത്തിൻ്റെ കരുതലിൻ്റെ കരം വെളിപ്പെടുന്ന വർഷമാണെന്ന് ദൈവാത്മാവിനാൽ ഞാൻ ദൂത് കൈമാറിക്കൊണ്ട് എൻ്റെ ശുശ്രൂഷയെ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. കർത്താവ് ഓരോരുത്തരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ ഇരുന്നു കൊള്ളുന്നു. യഹോവ ശാലോം.